السلام عليكم ورحمة الله وبركاته. ما شاء الله بارك الله فيك. إنما مايك ريدي. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. ما بعد. اللهم اغفر لنا ولمشايخنا وللوالدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. اللهم افتح بالخير واجعل عاقبة أمورنا خير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ അമലുകളും സാലിഹായ കർമ്മങ്ങളായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന, അവിടുത്തെ സുന്നത്തിനെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുന്ന സാലിഹായ നല്ലവരായ അടിമകളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, സീറത്ത് ചെറിയ രീതിയിൽ പറയുവാനും കേൾക്കുവാനും ഒക്കെയുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിജ്റ കഴിഞ്ഞ് 3-ാമത്തെ വർഷം ശവ്വാൽ മാസം 15-ന് നടന്ന ഉഹദ് യുദ്ധത്തെ പറ്റിയാണ്. അതിൻ്റെ ആരംഭ ഭാഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത്, ഒന്ന് ഹദ്ദല റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചരിത്രം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജമീല റളിയല്ലാഹു അൻഹ, അവരുടെ മകൻ അബ്ദുല്ലാഹിബ്നു ഹദ്ദല റളിയല്ലാഹു അൻഹു, അവരുടെയൊക്കെ ചരിത്രം നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. ഹദ്ദല റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ല, അദ്ദേഹവും സഹാബിയാണ്. ഉഹദ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് ജനിച്ച അദ്ദേഹം സിഗാറു സഹാബ. നബിതങ്ങൾ വഫാത്താകുമ്പം ചെറിയ പ്രായത്തിലുണ്ടായിരുന്ന ആളുകൾ സിഗാറു സഹാബ, സഹാബാക്കളിൽ ചെറിയവർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട മഹാൻ അദ്ദേഹം. അതിനുശേഷം നമ്മൾ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തിനെ കുറിച്ച് പറഞ്ഞു. ഷഹീദാകുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിന് എത്ര വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്? അറിയാൻ താല്പര്യമുള്ളൊരു കാര്യമല്ലേ അല്ലേ? ഷഹീദാകുമ്പോൾ ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചാപ്പയാണ്, ഉപ്പയുടെ അനിയാണ്, അബ്ദുള്ളയുടെ സഹോദരനാണ്. പക്ഷേ അബ്ദുള്ളയുടെയും ഹംസയുടെയും റളിയല്ലാഹു അൻഹു രണ്ടുപേരുടെയും ഉമ്മ ഒന്നല്ല. അബ്ദുൽ മുത്തലിബ് അവസാനം വേറെ വിവാഹം കഴിച്ച് ആ വിവാഹത്തിലുണ്ടായ പുത്രനാണ് ഹംസ റളിയല്ലാഹു അൻഹു. അബ്ദുള്ളയുടെ അതേ ഉമ്മയിൽ നിന്നുണ്ടായ കൊച്ചാപ്പയാണ് ആര്? അബൂ താലിബ്. അതുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് മരിക്കുന്ന സമയത്ത് അബൂ താലിബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചിട്ട് പോയത്. നബിതങ്ങളുടെ കുട്ടിക്കാലത്ത് ഹംസ റളിയല്ലാഹു അൻഹും കുട്ടിയാണ്. നബിതങ്ങളുടെ മുലകുടി സഹോദരൻ കൂടിയാണ് ആര്? ഹംസ റളിയല്ലാഹു അൻഹു. നബിതങ്ങളും ഹംസ റളിയല്ലാഹു അൻഹും അബൂ സലമയും, ഇവർ 3 പേർക്കും അബൂലഹബിൻ്റെ ഒരു അടിമ സ്ത്രീ സുവൈബ എന്ന് പറഞ്ഞ പെണ്ണ് മുല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ 3 പേരും മുലകുടി സഹോദരന്മാരാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബദറിലേക്ക് വരുമ്പം ഏകദേശം 56 വയസ്സാണ് ഉണ്ടായിരുന്നത്. ഹംസ റളിയല്ലാഹു അൻഹുവിന് ഏകദേശം 50 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുണ്ടാവണം. ആ പ്രായത്തിലാണ് അദ്ദേഹം ഷഹീദാകുന്നത്. പിന്നെ നമ്മൾ ഉഹദ് യുദ്ധം പറഞ്ഞ് ആദ്യഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായി, അതിൽ യാതൊരു സംശയവുമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ നസറല്ലാഹു തബാറക വ തആല ഫീ മൗത്തിൻ കമാ നസറ യൗമ ഉഹദ്. അള്ളാഹു ഉഹദിൻ്റെ ദിവസം മുസ്ലിമീങ്ങളെ സഹായിച്ചതുപോലെ വേറൊരു ദിവസവും സഹായിച്ചിട്ടില്ല എന്ന് റാബിമാർ പറയാം. ഫൻകർന ദാലിക. അപ്പോൾ ഞങ്ങൾക്കെല്ലാം അത് ഒരു ശരിയായി തോന്നില്ല. അതെങ്ങനെ ശരിയാവാം? ഉഹദ് യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നത് പരാജയമല്ലേ. അപ്പോൾ അള്ളാഹു ഉഹദ് യുദ്ധത്തിൽ സഹായിച്ചതുപോലെ വേറെ ഒരിക്കലും സഹായിച്ചില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവാം? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൈനി വബൈന മൻ അൻകറ ദാലിക കിതാബുല്ലാഹ്. ഞാൻ ഈ പറഞ്ഞത് നിഷേധിക്കുന്നവൻ്റെയും എൻ്റെയും ഇടയിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമുണ്ട്. എൻ്റെ തെളിവെന്താ? അള്ളാഹുവിൻ്റെ കലാമിലെ ഒരായത്താണ്. ഏതായത്ത്? وَلَقَدْ صَدَقَكُمُ اللَّهُ وَعْدَهُ إِذْ تَحُسُّونَهُم بِإِذْنِهِ
حتى ولقد صدقكم الله وعده إذ تحسونهم بإذنه. സൂറത്ത് ആല ഇമ്രാനിൽ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു അവൻ്റെ വാഗ്ദാനത്തെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. എപ്പോൾ? ഇദ് തഹുസൂനഹും, നിങ്ങൾ അവരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. ഇദ്നിഹി, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. അപ്പോൾ അള്ളാഹു അവൻ്റെ വാഗ്ദാനത്തെ പൂർത്തിയാക്കി നിങ്ങൾക്ക് വിജയം നൽകിയെന്ന് ആരാ പറഞ്ഞത്? അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ഹസ് ഇദ് തഹുസൂനഹും എന്ന് പറഞ്ഞാൽ ഇദ് തഖ്തുലൂനഹും, നിങ്ങൾ അവരെ കൊന്നൊടുക്കുന്ന സന്ദർഭം എന്നാണ്. അപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ആദ്യം അങ്ങനെ വിജയം ജപിച്ചു. അതിനുശേഷം നമ്മൾ അമ്പെയ്ത്തുകാരുടെ സംഭവം, ചെറിയൊരു അനുസരണക്കേട് ഉണ്ടായതും അവരിറങ്ങി വന്നതും അതിനെ മുതലാക്കിക്കൊണ്ട് ഖാലിദ് റളിയല്ലാഹു അൻഹും ഇക്രിമ റളിയല്ലാഹു അൻഹും പിന്നാലെ വന്നിട്ട് മുസ്ലിമീങ്ങൾ ആക്രമിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി അവിടെ മുതലാണ് പറയേണ്ടത്. അപ്പോൾ പിന്നാലെ ഇവരിങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങൾ നടുക്കാണുള്ളത്. അവർ മുശ്രിക്കീങ്ങളെ തുരുത്തി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്പെയ്ത്തുകാരായ ആളുകൾ മുസ്ലിമീങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ സഫ് മുഴുവൻ അലങ്കോലായി, എല്ലാവരുടെയും പൊസിഷൻ തെറ്റിയിട്ടാണ് ഉള്ളത്. ഈ സമയത്താണ് ഖാലിദ് റളിയല്ലാഹു അൻഹു പിന്നിലൂടെ ആക്രമിക്കുന്നത്. ഖാലിദ് റളിയല്ലാഹു അൻഹു പിന്നിലൂടെ ആക്രമിക്കുന്ന സമയത്ത് ഒച്ച വെച്ചിട്ട് മുമ്പിലുള്ള മുശ്രിക്കീങ്ങൾ ഇങ്ങനെ തിരിച്ചു വിളിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആളായിട്ട് ഇങ്ങനെ തിരിച്ചു വരാൻ തുടങ്ങി. മുസ്ലിമീങ്ങൾ ശരിക്കും ഷെയ്ത്താൻ്റെയും ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കിൽപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ രണ്ട് ടീമിൻ്റെ നടുക്കായി മുസ്ലിമീങ്ങൾ. ഈ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, മുസ്ലിമീങ്ങൾ ആദ്യം കൊന്നത് കൊടി വഹിക്കുന്ന ആളുകളെയായിരുന്നു. 11 പേരെ കൊന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് കൊടി താഴെ വീണു. പിന്നെ ഒരാളും ആ കൊടി തൊടാൻ വേണ്ടി ധൈര്യപ്പെട്ടിരുന്നില്ല. കാരണം അതെന്തോ ഒരു ശാപം പിടിച്ച സംഗതി പോലെ ശത്രുക്കൾ കണ്ടു. ആര് കൊടിയെടുത്താലും ഉറക്കെ മരിച്ചു വീഴുന്നു. അങ്ങനെ ആരും തൊടാൻ വേണ്ടി ധൈര്യപ്പെട്ടില്ലെന്നല്ല. പക്ഷെ ഇങ്ങനെ ഖാലിദ് റളിയല്ലാഹു അൻഹു പിന്നിലൂടെ വന്ന സമയത്ത് ഈ കൊടിയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ ചെന്നിട്ട്, അമ്ര ബിൻത് അൽഖമ അൽ ഹാരിസിയ എന്ന് പറഞ്ഞ ഖുറൈശികളിൽപ്പെട്ട ഒരു സ്ത്രീ ചെന്നിട്ട് ഈ കൊടി ഇങ്ങനെ എടുത്ത് ഉയർത്തി. എന്നിട്ട് പിന്തിരിഞ്ഞോടുന്ന മുശ്രിക്കീങ്ങളെയൊക്കെ ആ കൊടീൻ്റെ അടുത്തേക്ക് വിളിച്ച് കൂട്ടാൻ വേണ്ടി തുടങ്ങി. ബാക്കിൽ ഇങ്ങനെ ആക്രമണം നടക്കുന്നുണ്ട്. അപ്പോൾ മുമ്പിൽ നടക്കുന്ന സംഭവമായി പറയുന്നത്. ഇതൊക്കെ ഒരു മിനിറ്റുകൾ കൊണ്ട് നടക്കുന്ന സംഭവമാണ്. ഇന്നത്തെ ക്ലാസ് ഫുള്ള് ഏതാനും മിനിറ്റുകളിൽ നടന്ന സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമുക്ക് പറയാൻ ഏകദേശം 50-40 മിനിറ്റ് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു, അറബികളെ സംബന്ധിച്ചിടത്തോളം ബാക്കി എന്തും സഹിക്കും. അഭിമാനത്തിൽ തൊട്ട് കളിച്ചാൽ അവർക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു സ്ത്രീ കൊടി ഉയർത്തിയിട്ട് തങ്ങളെ വിളിക്കുന്നു, പുരുഷന്മാരായ നമ്മൾ പേടിച്ചോടുന്നു, അതവർക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ അമ്ര ബിൻത് അൽഖമ എന്ന് പറഞ്ഞ സ്ത്രീ ഈ കൊടി ഉയർത്തിയിട്ട് ആൾക്കാരെ വിളിച്ചു കൂട്ടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മുശ്രിക്കീങ്ങളൊക്കെ പതുക്കെ ഫലാസു ബിഹിന ആ കൊടിയുടെ അടുക്കിലേക്ക് ഇങ്ങനെ വരാൻ വേണ്ടി തുടങ്ങി. ഈ സമയത്ത് നമ്മുടെ കഥയിലെ, നമ്മുടെ ചരിത്രത്തിലെ പ്രധാന വില്ലൻ ഇടപെട്ടു. ആരാ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വില്ലൻ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രധാന വില്ലൻ ആരാത്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ എന്ത് ചെയ്തു? മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഫ്രണ്ടിലുള്ള ആളുകളോട് പറഞ്ഞു, ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ, ഉഖ്റാക്കും, ബാക്കിൽ നോക്ക്, പിന്നിലൂടെ ആളുകൾ വന്ന് നിങ്ങൾ ആക്രമിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എന്താണ് ഇത് പറഞ്ഞത്? മുസ്ലിമീങ്ങൾക്ക് ടിപ്പ് കൊടുത്തതാ? അല്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, മുൻഭാഗത്തുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ പിന്തിരിഞ്ഞു. ബാക്കിൽ നിന്ന് ശത്രുക്കൾ വരുന്നു എന്ന് കേട്ടപ്പോൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സഫുകൾ ഫുൾ തെറ്റിയിട്ടാണ് ഉള്ളത്. ബാക്കിൽ മുസ്ലിമീങ്ങൾ തന്നെ ഉള്ളത്, അതിൻ്റെ ബാക്കിലാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു ഉള്ളത്. പക്ഷേ സഫുകൾ മുഴുവൻ തെറ്റിയിട്ടാണ് ഉള്ളത് കൊണ്ട് മുൻഭാഗത്തുള്ള മുസ്ലിമീങ്ങൾക്ക് പിൻഭാഗത്തുള്ള മുസ്ലിമീങ്ങളെ തിരിച്ചറിയാൻ കഴിയാണ്ടായി. ശൈത്താൻ വിളിച്ചു പറയുന്നുണ്ട് ബാക്കിൽ വരുന്നത് ശത്രുക്കളാണെന്നുള്ളത്. മുസ്ലിമീങ്ങൾ പാവങ്ങൾ, ബാക്കിലുള്ളവർ ശത്രുക്കളാണെന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ മുമ്പിലുള്ളവർ തിരിഞ്ഞു പിന്നിലിരുന്നവരെ വെട്ടാൻ തുടങ്ങി. മുസ്ലിമീങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. പ്രശ്നം അത്രയും കലുഷിതമായി. ബാക്കിൽ നിന്ന് ശത്രുക്കൾ ഓൾറെഡി ആക്രമിക്കുന്നുണ്ട്, മുമ്പിലുള്ള ശത്രുക്കൾ തിരിഞ്ഞു കൂടിയിട്ട് അവർ ഒരു ടീം ഫോമായി വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ശൈത്താൻ ഇടപെട്ടിട്ട് ഫജ്തലദത് ഹിയ വ ഉഖ്റാഹും, മുസ്ലിമീങ്ങളുടെ തന്നെ ഫസ്റ്റ് ടീമും സെക്കൻഡ് ടീമും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഈ സമയത്താണ് വേറൊരു സംഭവം ഉണ്ടാകുന്നത്. മദീനയിൽ 2 പേരുണ്ട്. ഒന്ന് നമ്മൾ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ എന്ന് കേട്ടിട്ടില്ലേ, റളിയല്ലാഹു അൻഹു, സഹാബി. ഹദീസൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ യമാനും സാബിത്ത് ഇബ്നു വഖ്ഷ് റളിയല്ലാഹു അൻഹു, 2 പേര്. ഇവരെ 2 പേരെയും റസൂലുള്ളാഹി മദീനത്താക്കിയിട്ടാണ് പോയത്, കൂടെ കൂട്ടിയില്ല. എന്താ? പ്രായമായ സഹാബികളായിരുന്നു, വയസ്സായി, കിളവന്മാരായി, വയസ്സായ സഹാബി, പ്രായമായ സഹാബി. അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് വരണ്ട എന്ന് പറഞ്ഞ സ്ത്രീകളുടെ കൂടെ അവിടെ ഇരുത്തിയിട്ടാണ് പോയത്. അങ്ങനെ ഈ ശനിയാഴ്ച അന്ന് രാവിലെ ഇവർ 2 പേരും ഇങ്ങനെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ കോട്ടയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു, ലാ അബാലക് മാ തന്തളിർ, അല്ല സഹോദര, നീ എന്തിനാ ഈ കാത്തിരിക്കുന്നത്? വല്ലാഹി മാ നഹ്നു ഇല്ലാ ഹമ്മത്തൽ യൗമി ഔ ഗദ, അള്ളാഹുവാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീ കുറച്ച് കാലമല്ലേ ബാക്കിയുള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കേണ്ടവരല്ലേ.
അങ്ങനെയാണെങ്കിൽ ഫലൗ അഖദ്ന അസ്യാഫന ഫലഹിഖ്ന ബിറസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കും വാളെടുത്ത് നിബിതങ്ങളുടെ കൂടെ പോയി ചെന്ന് ചേർന്നൂടെ? ലഅല്ലല്ലാഹ അൻ യർസുഖ്ന ഷഹാദത്ത് എന്ന നമ്മളൊക്കെ കൊതിച്ച് നടക്കുന്ന ആ മഹാഭാഗ്യം അള്ളാഹ് നമുക്ക് തന്നാലോ. അല്ലാഹു അക്ബർ. വഹദിൻ്റെ ആരംഭത്തിൽ 2 കുട്ടികൾ കാണിച്ച ആവേശം അല്ലേ, പേര് മറന്നു പോരുത്. റാഫിഇബ്നു ഖദീജും സമുറൈബിന് ജുന്ദുബ് റളിയല്ലാഹു അൻഹു 2 കുട്ടികൾ കാണിച്ച ആവേശം നമ്മൾ പറഞ്ഞു. ഇപ്പോഴോ വയസ്സായി ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് കാലെടുത്ത് വെച്ച് ഇന്നോ നാളെയോ മരിക്കാൻ സാധ്യതയുള്ള അവർ പറയാ, എങ്ങാനും അള്ളാഹു നമുക്ക് ഈ സമയത്ത് ഷഹാദത്തിനുള്ള ഭാഗ്യം തന്നാലോ. ആരൊക്കെയായിരുന്നു സഹാബകൾ? യമാൻ റളിയല്ലാഹു അൻഹും സാബിത്ത് ബിൻ വഖ്ശ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അവർ പെട്ടെന്ന് വാളൊക്കെ എടുത്ത് ഉഹദിൻ്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഓർമ്മ വേണം. ഇവിടെയാണ് മദീന, ശത്രുക്കൾ ഇവിടെയുള്ളത്, റസൂലുള്ളാഹി ഇതിൻ്റെയും അപ്പുറമാണ് ഉള്ളത്. കാരണം അതാണ് ഏറ്റവും നല്ല പൊസിഷൻ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ശത്രുക്കൾ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നു, മുസ്ലിമീങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നു. റസൂലുള്ളാഹി പോയത് എങ്ങനെയാണ്? ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചുറ്റിയിട്ടാണ് പോയത്. നമ്മൾ പറഞ്ഞല്ലോ, കാരണം അത് ഇവിടെ ശത്രുക്കൾ ഉള്ളതുകൊണ്ട് അവരെ പിടിയിൽപ്പെടാതെ ഇങ്ങനെ ചുറ്റിയിട്ടാണ് പോയത്. ഈ 2 പേര് ശനിയാഴ്ച രാവിലെ ഇറങ്ങി പുറപ്പെട്ട് ഈ പാവങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ഇവിടെ ശത്രുക്കളാണ് ഉള്ളത്, മുസ്ലിങ്ങൾ ഇതിൻ്റെ അപ്പുറത്താണ് ഉള്ളതെന്നൊന്നും ഈ പാവങ്ങൾക്ക് അറിയില്ല. ഇവർ നേരെ ചെന്ന് കയറിയത് എങ്ങോട്ടാ? ശത്രുപാളയത്തിലേക്കാണ് ചെന്ന് കയറിയത്, ശത്രുക്കളുടെ ഇടയിലേക്കാണ് ചെന്ന് കയറിയത്. പാവം ഇവർ 2 പേരും ശത്രുക്കളുടെ നടുവിൽപ്പെട്ടു. മുശ്രിക്കീങ്ങൾ സാബിത്ത് ബിൻ വഖ്ശ് റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം മുസ്ലിമാണെന്ന് മനസ്സിലാക്കി അവർ അദ്ദേഹത്തെ കൊന്നു. ഉഹദിൽ അദ്ദേഹം ഷഹീദായി. ആഗ്രഹിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് ഷഹാദത്ത് കിട്ടി. രണ്ടാമത്തെ ഈ യമാൻ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അദ്ദേഹം എങ്ങനെയൊക്കെയോ ഈ മുശ്രിക്കീങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു വിധത്തിൽ അപ്പുറം ചാടി മുസ്ലിമീങ്ങളുടെ അടുത്ത് എത്തി. പക്ഷെ അദ്ദേഹം ഈ ചെന്നെത്തുന്നത് മറ്റേ സമയത്തായിരുന്നു. ശൈത്താൻ വിളിച്ചു പറഞ്ഞ് മുസ്ലിമീങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന അതികലുഷിതമായ സാഹചര്യത്തിലായിരുന്നു പാവം മുസ്ലിമീങ്ങളുടെ നടുക്ക് ചെന്ന് പെടുന്നത്. അദ്ദേഹം ആ ചെന്ന് പെട്ടപ്പോൾ തീരെ പരിചയമില്ലാത്ത ഒരു പുതിയ വ്യക്തി അപ്പുറത്തെ ഭാഗത്ത് നിന്ന് മുസ്ലിമീങ്ങളുടെ നടുക്കിലേക്ക് വരുന്ന കണ്ടിട്ട് മുസ്ലിമീങ്ങൾ തന്നെ അദ്ദേഹത്തെ വളഞ്ഞിട്ട് വെട്ടാൻ തുടങ്ങി. ഇതാര് കാണുന്നുണ്ട്? യമാൻ്റെ സ്വന്തം പുത്രൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ദൂരത്ത് നിന്ന് കാണുന്നുണ്ട്. അദ്ദേഹം തൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ്, ഐ ഇബാദല്ലാഹ് അബി അബി, അള്ളാഹുവിൻ്റെ അടിമകളെ, സഹോദരന്മാരെ, എൻ്റെ ഉപ്പയാണ്, കൊല്ലരുതേ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ വഹും ലാ യഅരിഫൂനഹു, ഈ ഒച്ചപ്പാടും ബഹളവും പ്രശ്നവും വെപ്രാളത്തിൻ്റെ ഇടയിൽ പാവങ്ങളായ സഹാബാക്കൾക്ക് ഇത് യമാനാണെന്ന് റളിയല്ലാഹു അൻഹു തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഹത്താ ഖതലുഹു, അവർ വെട്ടി സ്വന്തം മകൻ്റെ മുന്നിൽ വെച്ചിട്ട് അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. ഈ സമയത്തൊരു മകൻ, വാപ്പ സ്വന്തം കൂട്ടുകാരുടെ കൈകളാൽ കൊല ചെയ്യപ്പെടുന്നത്, വെട്ടി നുറുക്കപ്പെടുന്നത് ഇങ്ങനെ നേരിട്ട് കാണുക. ആ സമയത്ത് താൻ എത്ര വിളിച്ചു പറഞ്ഞിട്ട് തൻ്റെ കൂട്ടുകാർ കേൾക്കാത്തതുകൊണ്ടാണ്. ആ സമയത്ത് ഈ മകൻ അപ്പം പറഞ്ഞൊരു വാക്കുണ്ട്, ചരിത്രം ഇന്നും തങ്ക ലിപികളാൽ എഴുതി വെച്ചിട്ടുണ്ട്. ബുഖാരി റഹിമഹുള്ള റിവായത്ത് ചെയ്യുന്ന ഹദീസ, ഫഖാല ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. കൂട്ടുകാരന്മാരെ, നിങ്ങൾ അറിയാതെ ചെയ്തതല്ലേ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അവൻ കരുണ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാണ്. ഉർവ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് പറയാണ്, ഫവല്ലാഹി മാ സാലത് ഫീ ഹുദൈഫ ബഖിയതു ഖൈറിൻ ഹത്താ ലഹിഖ ബില്ലാഹി അസ്സ വജൽ. അന്ന് അദ്ദേഹം ആ വിശാല മനസ്സ് കാണിച്ചതിൻ്റെ പേരിൽ പിന്നീട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ, മരണം വരെ അതിൻ്റെ നന്മ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിലനിന്നിരുന്നു. ഞങ്ങൾ കണ്ടിരുന്നു. അതിൻ്റെ ഒരു ബറക്കത്ത്. മാപ്പ് ചെയ്ത് കൊടുത്തതുകൊണ്ട്, താഴ്ന്നു കൊടുത്തതുകൊണ്ട്, നമ്മളെ വിഷമിപ്പിച്ച ഒരാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തതുകൊണ്ട്, പുറത്തു കൊടുത്തതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടില്ല. മരിക്കുന്നത് വരെ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ ഈ ഒരു വിശാലത കാണിച്ചതിൻ്റെ ബറക്കത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പ്രസിദ്ധനായ താബിഈ ഉർവ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്. നമ്മളോട് അന്യായമായിട്ട് അതിക്രമം കാണിച്ച കുറേ ആളുണ്ടാവും. അവർക്കൊക്കെ പറ്റുമെങ്കിൽ മാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ മനസ്സിൽ കരുതുക, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് എന്തെങ്കിലും ഒന്നും കുറയൂല എന്നുള്ളതിന് തെളിവ് എന്താ? ഉഹദ് യുദ്ധ രണാങ്കണത്തിൽ ഒരു സംഭവമാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതൃകയാണ്. ഒരു നഷ്ടവും നമുക്ക് സംഭവിക്കില്ല. അള്ളാഹു അതിൻ്റെ പേരിൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ തവാളു ചെയ്താൽ, താഴ്ന്നു കൊടുത്താൽ അള്ളാഹു നമ്മളെ ഉയർത്തും. നമുക്ക് സ്ഥാനങ്ങൾ കയറ്റി തരും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ മുസ്ലിമീങ്ങൾ മറ്റൊരു മുസ്ലിമിനെ അറിയാതെ തെറ്റിയിട്ട് കൊന്നുപോയാൽ നഷ്ടപരിഹാരം കൊടുക്കണമെന്നോ, ദിയ്യത്ത് കൊടുക്കണം. അപ്പോൾ മുസ്ലിമീങ്ങൾ എല്ലാവരും കൂടിയാണ് കൊന്നുപോയത് കൊണ്ട് ഈ ദിയ്യത്തിൻ്റെ ഉത്തരവാദിത്തം ആരെടുത്ത്? രാജാവ് എന്ന നിലക്ക്, ചക്രവർത്തി എന്ന നിലക്ക്, അമീർ എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത്. അങ്ങനെ നബി തങ്ങൾ ബൈത്തുൽ മാലിൽ നിന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് തൻ്റെ വാപ്പ മരിച്ചതിൻ്റെ പേരിലുള്ള നഷ്ടപരിഹാരം ദിയ്യത്ത് കൊടുത്തു. വീണ്ടും ആ സഹാബിയെ നമ്മൾ നെട്ടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ആ ദിയ്യത്ത് നബി തങ്ങൾ എടുത്ത് കൊടുത്തപ്പം അദ്ദേഹം വീണ്ടും നമ്മളെ നെട്ടിച്ചുകൊണ്ട് ആ ദിയ്യത്ത് മുഴുവനും മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സദഖ ചെയ്തു. അതിൽ നിന്ന്
ഒരു രൂപ പോലും അദ്ദേഹം സ്വന്തമായിട്ട് എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. അതിനുശേഷം റാവി പറയാണ് ഫസാദഹു ദാലിക ഖൈറൻ ഇൻദ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാര്യം കൂടി ആയപ്പം അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം വീണ്ടും കൂടി, ഖൈറ് വീണ്ടും അധികരിച്ചു, വീണ്ടും കൂടി. നബി തങ്ങൾക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സഹാബിയെ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ മുസ്ലിമീങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെട്ടും കുത്തുമൊക്കെ തുടങ്ങി, വല്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് വീണ്ടും ഒരു പ്രശ്നം സംഭവിച്ചു. ഒന്നാമത് ബാക്കിൽ വരുന്ന പ്രശ്നം, മുമ്പിലുള്ള ആളുകൾ കൊടിയുടെ പിന്നിൽ ഒരുമിച്ച് കൂടി, പിന്നെ മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞ് വെട്ടാൻ തുടങ്ങി. ഈ സമയത്ത് മറ്റൊരു പ്രശ്നം കൂടി സംഭവിച്ചു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അല്ലേ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കൊടി വഹിക്കുന്ന, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ കൊടി വഹിക്കുന്ന സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ നേരെ ഇബ്നു ഖമിഅ എന്ന് പറഞ്ഞ ഒരു മുശ്രിക്ക് വാളും എടുത്തു വന്നു. അദ്ദേഹത്തിൻ്റെ വലത്തെ കൈ വെട്ടി. കൊടി താഴെ വീഴാതിരിക്കാൻ അദ്ദേഹം ഇടത്തെ കൈ പിടിച്ചു. ഇടത്തെ കൈയും വെട്ടി. കൊടി താഴെ പിടിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭുജം, എന്താ പറയുക, ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ കൊടിയെ ചേർത്ത് പിടിച്ചു. പക്ഷെ അവസാനം അയാൾ ഒരു കുന്തം കൊണ്ട് ആ മഹാനുഭവൻ്റെ നെഞ്ചിലേക്ക് കുത്തിയിട്ട് അദ്ദേഹത്തെ മറിച്ചിട്ട് വധിച്ചു. പക്ഷെ കൊടി താഴെ വീണില്ല. മുശ്രിക്കീങ്ങളെ പോലെയല്ല, കൊടി താഴെ വീണിട്ടില്ല. റസൂലുള്ളാഹി പെട്ടെന്ന് തന്നെ അലി റളിയല്ലാഹു അൻഹുവിനോട് കൊടിയെടുക്കാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു കൊടിയെടുത്തു. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഈ യുദ്ധത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ ധരിച്ചാൽ, ആ പടത്തോപ്പിയൊക്കെ ഇട്ട, പിന്നെ റസൂലുള്ളാഹിനെ പോലെ തന്നെ തോന്നിപ്പിക്കുമായിരുന്നു കാണാൻ. നമ്മളങ്ങനെ കുറച്ച് ആൾക്കാരെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. യുദ്ധത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചാൽ അദ്ദേഹത്തെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഇബ്നു ഖമിയ എന്ന് പറഞ്ഞാൽ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നപ്പോൾ അയാൾ എന്താ വിചാരിച്ച്, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നു എന്നാ. അയാൾ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അന ഖതൽതു മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നു എന്ന് ശത്രുക്കളുടെ ഇടയിൽ ഇങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടി തുടങ്ങി. അതേ സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട വില്ലൻ വീണ്ടും ഇടപെട്ടു. ശൈത്താനും എന്ത് ചെയ്തു, മുസ്ലിമീങ്ങൾക്കിടയിൽ വിളിച്ചു പറഞ്ഞു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്നുള്ളത്. അതും കൂടി ആയപ്പോഴേക്ക് വഫാത്തായി എന്നുള്ള വിവരം കൂടി കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ പറയണ്ടല്ലോ, സഹാബാക്കളുടെ സമനില പൂർണ്ണമായിട്ടും തെറ്റി. കാരണം യഥാർത്ഥ രീതിയിൽ റസൂലുള്ളാഹി വഫാത്തായപ്പോൾ, പിന്നീട് റബീഉൽ അവ്വൽ 12 അന്ന് വഫാത്തായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള കരുത്തരായ സഹാബാക്കൾക്ക് വരെ എന്താ സംഭവിച്ചത് നമുക്കറിയാലോ. അപ്പോൾ ഇത്രയും വെപ്രാളത്തിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു വാർത്ത കൂടി കേട്ടപ്പോൾ പിന്നെ സഹാബാക്കളുടെ സമനില തെറ്റി. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. നബി തങ്ങൾ വഫാത്തായിട്ടില്ല എന്ന് ആദ്യം തിരിച്ചറിയുന്നത് കഅബ് ബിൻ അഷ്റഫ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം ശത്രുക്കൾക്കിടയിൽ ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ചു പറയാൻ പോകുമ്പോൾ റസൂലുള്ളാഹി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വായ പൂട്ടും. കാരണം എന്താ, ശത്രുക്കൾ ഇപ്പോൾ സമാധാനിച്ചിരിക്കുക, നബി തങ്ങൾ വഫാത്തായി എന്നുള്ള പേരില്ല. ഇനി നബി തങ്ങൾ വഫാത്തായില്ല എന്ന് പറഞ്ഞാൽ അവർ നബി തങ്ങൾക്കെതിരെ ആക്രമണം അയച്ചു വിടുമല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹി വായ പൂട്ടിയെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ സഹാബാക്കൾ 3 അല്ലെങ്കിൽ 4 വിഭാഗങ്ങളായി മാറി. അന്ന് പിന്നെ ഈ പ്രശ്നമൊക്കെ നടന്നതിന് ശേഷം, ഈ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ മനസ്സിൽ സങ്കല്പിക്കണം കേട്ടോ. ഇനി ഓരോരോ പ്രശ്നവും നമ്മൾ എടുത്തു അറിയില്ല. പ്രശ്നമുണ്ടായി ഉഹദിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രശ്നം ഉണ്ടായി. ബാക്കിലൂടെ വന്നു, മുമ്പിലൂടെ വന്നു, നടുക്ക് സഹാബാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്നുള്ള കിംവദന്തിയും വരുന്നു. സഹാബാക്കൾ 3 വിഭാഗമായി. ഒന്നാമത്തെ വിഭാഗം, അവർ റസൂലുള്ളാഹി മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പം സമനില തെറ്റിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പിന്തിരിഞ്ഞോടിപ്പോയി. അവർ മദീനയിലേക്ക് ഓടി. അവരെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നല്ലദീന തവല്ലൗ മിൻകും യൗമൽ തഖൽ ജംആൻ ഇന്നമസ്തസല്ലഹുമുശ് ശൈത്താനു ബിബഅദി മാ കസബു വലഖദ് അഫല്ലാഹു അൻഹും ഇന്നല്ലാഹ ഗഫൂറുൻ ഹലീം. സൂറത്ത് ആല ഇംറാനിൻ്റെ 155-ാമത്തെ ആയത്താണ്. ഈ ഓടിയവർ നമ്മൾ ചരിത്രത്തിൻ്റെ കിതാബുകൾ ഏത് വേണമെങ്കിലും മറിച്ച് നോക്കിയാൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ആകെ അറിയാവുന്നത് ഈ ഓട്ടം മാത്രമേ ഉള്ളൂ. ഉഹദ് പറയുമ്പോൾ ഈ ഓടിയവർ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അവരെക്കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്, നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവർ, ഇരുഭാഗവും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവർ. എന്തിനാ പിന്തിരിഞ്ഞോടിയവർ? ഇന്നമസ്തസല്ലഹുമുശ് ശൈത്താനു ബിബഅദി മാ കസബു, അവർ സമ്പാദിച്ച ചില പ്രവർത്തനങ്ങളുടെ പേരിൽ ശൈത്താൻ അവരെ അടിപതറിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് അവരങ്ങനെ ഓടിയത് എന്ന് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് അതിന് തൊട്ടായത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത് വലഖദ് അഫല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൊട്ട് അഫു ചെയ്തു, മാപ്പാക്കി എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ സഹാബാക്കൾ ഒന്നാമത്തെ വിഭാഗം, അത് വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അവരെന്ത് ചെയ്തു, മദീനയുടെ ഭാഗത്തേക്ക് ഓടിപ്പോയി. കുറച്ച് ആൾക്കാർ ഈ മലയുടെ ഭാഗത്തേക്കും ഓടിപ്പോയി. രണ്ടാമത്തെ ഒരു വിഭാഗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്കായിട്ട് വാളും പരിചയമൊക്കെ താഴെ ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇരിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അവർക്ക് ചില്ലറക്കാരല്ല, അവരുടെ കരളിൻ്റെ കഷ്ണം. നബി തങ്ങൾ വഫാത്തായി എന്നുള്ള വാർത്ത കേട്ടപ്പം ഇത് താങ്ങാൻ കഴിയാതെ വാളും തക്കിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക.
രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, അതായിരുന്നു സഹാബാക്കളുടെ കൂട്ടത്തിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പേര് ആ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അവർ നബി തങ്ങൾ വഫാത്തായി എന്ന് കേട്ടപ്പോൾ പരിഭ്രാന്തരായി, എന്ത് ചെയ്യണമെന്നറിയാതെ, ഇനി മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഒന്നെങ്കിൽ സ്വന്തം തടിയെ രക്ഷപ്പെടുത്തുക, അതല്ലെങ്കിൽ മരിക്കും വരെ പോരാടുക എന്ന് ഉറച്ച തീരുമാനം എടുത്തിട്ട് ശത്രുക്കളുടെ ഇടയിലേക്ക് ഇരിച്ചു കയറിയ ആളുകൾ അവരായിരുന്നു സഹാബാക്കളുടെ കൂട്ടത്തിൽ ഉഹദിൻ്റെ അന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നവർ. ഈ ടീമിൽപ്പെട്ട ആളായിരുന്നു. ഈ വിഭാഗത്തിൽപ്പെട്ട സഹാബാക്കളിൽ ഏറ്റവും പ്രശസ്തനാണ് അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു, നമ്മൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ ഖാദിം, ചെറിയ കുട്ടി, അദ്ദേഹത്തിൻ്റെ കൊച്ചാപ്പയാണ് ഈ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു. ഇദ്ദേഹത്തിന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിരുന്നില്ല, എല്ലാവർക്കും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ നബി തങ്ങൾ എപ്പോഴൊക്കെ അതിനുശേഷം കണ്ടുമുട്ടുമോ അപ്പോഴൊക്കെ അദ്ദേഹം പറയുമായിരുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഗിബ്തു അൻ അവ്വലി ഖിതാലിൻ ഖാതൽതൽ മുശ്രിക്കീൻ, അങ്ങ് മുശ്രിക്കീങ്ങളോട് യുദ്ധം ചെയ്ത ആദ്യത്തെ യുദ്ധത്തിൽ ഞാൻ ആബ്സെൻ്റ് ആയിപ്പോയി, എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. ലഇനില്ലാഹു അശ്ഹദനി ഖിതാലൽ മുശ്രിക്കീന ലയറയന്നല്ലാഹു മാ അസ്ന, എങ്ങാനും അള്ളാഹു മുശ്രിക്കീങ്ങളുടെ കൂടെ ഒരു പ്രാവശ്യം കൂടി ഏറ്റുമുട്ടാൻ എനിക്ക് അവസരം നൽകിയാൽ ഞാൻ എന്താ ചെയ്യാന്ന് ഞാൻ അള്ളാഹിന് കാണിച്ചു കൊടുക്കാം. അത് അഹങ്കാരത്തോടുകൂടിയല്ല, ഒരാഗ്രഹം, ഞാൻ എന്താ ചെയ്യാന്ന് ഞാൻ അള്ളാഹുവിന് കാണിച്ചു കൊടുക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഉഹദ് യുദ്ധം ആയപ്പം ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ച സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ഓടിപ്പോകുന്ന സമയത്തുണ്ട് കുറച്ച് ആൾക്കാർ അവരുടെ വാളൊക്കെ താഴെ ഇട്ട് ഇങ്ങനെ സ്റ്റക്കായിരിക്കുന്നു. അവരോട് അദ്ദേഹം ചോദിച്ചു, മാ യുജ്ലിസുക്കും, നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന, യുദ്ധം ചെയ്യാത്ത? അവർ പറഞ്ഞു, ഖുതില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി അനസേ, ഇനി എന്തിനാ നമ്മൾ യുദ്ധം ചെയ്യണം? അപ്പോൾ ഇദ്ദേഹം ചോദിച്ച ചോദ്യം, ഫമാദാ തസ്നഊന ബിൽ ഹയാതി ബഅദ, അങ്ങനെയാണെങ്കിൽ ചങ്ങായിമാരെ ഇനി നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഖുമു, എഴുന്നേക്ക്, ഫമൂതു അലാ മാ മാത അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള എന്തിനു വേണ്ടിയാണോ മരിച്ചത്, ബാ നമുക്ക് അതിനു വേണ്ടി മരിക്കാം. ഇനി ഇരുന്നിട്ട് എന്താ കാര്യം? റസൂലുള്ള വഫാത്തായി വിചാരിച്ച് ഇരിക്കല, ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം? എന്തിനു വേണ്ടിയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത്, അതിനുവേണ്ടി നമുക്ക് മരിക്കാം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൈ ഉയർത്തി ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അഅ്തദിറു ഇലൈക മിമ്മാ സനഅ ഹൗലാ, അല്ലാഹുവേ, ഈ അമ്പെയ്ത്തുകാരായ എൻ്റെ കൂട്ടുകാർ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് ഞാൻ നിന്നോട് ഉദ്റു പറയുന്നു, കാരണത്തെ ബോധിപ്പിക്കുന്നു, അവർക്ക് നീ പുറത്തു കൊടുക്കണം, അറിയില്ലാണ്ട് കൊണ്ട് ചെയ്തു പോയതാ. വഅബ്റഉ ഇലൈക മിമ്മാ സനഅ ഹൗലാ, ഈ മുശ്രിക്കീങ്ങൾ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന നാശങ്ങളുണ്ടല്ലോ നബിതങ്ങൾക്കും സഹാബാക്കൾക്കും എതിരെ, അതിൽ നിന്ന് ഞാൻ പൂർണ്ണമായും ഒഴിവാകുന്നു, ഇവരും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ദുആ ചെയ്തിട്ട് അദ്ദേഹം ഉഹദിൻ്റെ രണാങ്കണത്തിലേക്ക് എടുത്തു ചാടി. പോകുന്നതിനിടയിൽ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ സഅദ് ബിൻ മുആദിനെ ദൂരത്ത് നിന്ന് കാണുന്നു. ഇവരുടെ നേതാവാണല്ലോ, അൻസാരികളുടെ നേതാവാണല്ലോ. കാണുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വിളിച്ചിട്ട്, സഅദേ, യാ സഅദ്, യാ സഅദ്, യാ സഅദ് എന്ന് വിളിച്ചു പറയാം. സാധാരണ നമ്മൾ ഈ രാവിലെ തിരക്കിട്ടിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അടുക്കളയിൽ നിന്ന് ഉമ്മ ചോദിക്കും, മോനെ എവിടെയാണ് പോകുന്നത്? അപ്പോൾ തിരക്കുണ്ടെങ്കിൽ നമ്മൾ ഉമ്മ ഞാൻ വിളിക്കാം കേട്ടോ, കണ്ണൂർ അത്യാവശ്യമായിട്ട് എത്തണം, പോയിട്ട് വരാട്ടോ എന്ന് വിളിച്ചിട്ട് നമ്മളിങ്ങനെ ടാറ്റാക്കിയിട്ട് ഓടാറുണ്ട്. അതുപോലെ ഇദ്ദേഹം സഅദ്, സഅദ് അൽ ജന്ന വറബ്ബുൻ നളർ, സഅദേ പോവുക കേട്ടോ, ടാറ്റ, അതാ സ്വർഗം, വറബ്ബുൻ നളർ, നളറിൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം, അതിൻ്റെ മണം ആ ഉഹദിൻ്റെ പിന്നിൽ നിന്ന് എനിക്കിങ്ങനെ അടിച്ചു വീശുന്നുണ്ട്, പോയിട്ട് വരാട്ടോ സഅദേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടോന്ന്. അല്ലാഹു അക്ബർ. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് യാത്ര പറഞ്ഞ് സ്വർഗത്തിൻ്റെ മണം ഉഹദിൻ്റെ പിന്നിൽ നിന്ന് അടിച്ചു വീശുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങി യുദ്ധം ചെയ്ത് മറിഞ്ഞു വീണു, മരിച്ച് ഷഹീദായി. അനസ് റളിയല്ലാഹു അൻഹു പറയാ, അവസാനം ഞങ്ങൾ അദ്ദേഹത്തെ പരിധി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേത്ത് 80-ൽ പരം മുറിവുകൾ ഉണ്ടായിരുന്നു. ആ മുറിവുകൾ വാളുകൊണ്ടേറ്റ വെട്ടുകൾ ഉണ്ടായിരുന്നു, കുന്തം കൊണ്ടേറ്റ കുത്തുണ്ടായിരുന്നു, അമ്പിൻ്റെ തറക്കലുണ്ടായിരുന്നു. ഇങ്ങനെ 80-ൽ കൂടുതൽ മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. മാത്രമല്ല, മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പൂർണ്ണമായിട്ടും വികൃതമാക്കിയിരുന്നു. തിരിച്ചറിയാൻ പറ്റാത്തൊരു കണ്ണ് മുറിച്ചിരുന്നു, കുഴിച്ചെടുത്തിരുന്നു, മൂക്ക് മുറിച്ചിരുന്നു, ചെവി മുറിച്ചിരുന്നു, ശരീരത്തെ മൊത്തം വികൃതമാക്കി. ആ പാവത്തിനെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ സാധാരണ നഖം വെട്ടുമ്പോൾ ഒന്നും അറിയാതെ കയറിപ്പോയാൽ പിന്നെ 2 ദിവസം അതിനെ കൊണ്ട് മെനക്കെടാറുണ്ട്, ഭയങ്കര വേദന, കറി കൂട്ടാൻ കഴിയുന്നില്ല, എരിയുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒന്ന് ആലോചിച്ചൊക്കെ വിഷയപ്പെടുള്ള സഹോദരങ്ങളെ, 80-ൽ പരം വെട്ടുകൾ ഉണ്ടായിരുന്നു എന്നാ. അപ്പം എന്നെ പോലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ചരിത്രമൊക്കെ ഇങ്ങനെ AC റൂമിൽ നല്ല ഇരുന്ന് പറയാൻ, വിധങ്ങളുടെ ചരിത്രം, ഉഹദിലെ രണാങ്കണത്തിലെ ത്യാഗമൊക്കെ നമ്മളിങ്ങനെ AC റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ നല്ല ആസ്വദിച്ച് പറയാം. അള്ളാഹു കാക്കട്ടെ അല്ലേ. നമ്മളൊക്കെ വാദം നമ്മളാണ് റസൂലിൻ്റെ വാരിസ്യങ്ങളെന്നാ, റസൂലിൻ്റെ പിന്മുറക്കാരെന്നോ, മുല്യമാരെന്നോ. അള്ളാഹു പുറത്തെരുമാറാട്ടെ. ഇതുവരെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു മുള്ളുപോലും നമുക്ക് തറച്ചിട്ടില്ല. 80-ൽ പരം വെട്ടുകൾ ഉണ്ടായിരുന്നു. ആർക്കും അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ സഹോദരി റുബയ്യ ബിൻത്ത് നളർ എന്ന് പറഞ്ഞ സ്ത്രീയാണ് അദ്ദേഹത്തിൻ്റെ വിരൽ നോക്കിയിട്ട്, അദ്ദേഹത്തിൻ്റെ വിരൽ പ്രത്യേക രീതിയിലുള്ള സൗന്ദര്യമുള്ള കാണാൻ രസമുള്ള ഒരു
വെറൈറ്റി ആയ ഒരു വിരലായിരുന്നു. അത് നോക്കിയിട്ടാണ് സഹോദരി തിരിച്ചറിയുന്നത്. ബാക്കി ഒരു ഭാഗവും കണ്ടിട്ടും ആർക്കും അദ്ദേഹത്തെ മനസ്സിലാക്കിയിരുന്നില്ല. ഇനി ആ പോയ രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ടൂർ പോകുന്നത് പോലെ, ഒരു യാത്ര പോകുന്നത് പോലെയാണ് അദ്ദേഹം ആ മരണത്തിലേക്ക് പോയത്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞ മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹി അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ വമാ ബദ്ദലൂ തബ്ദീലാ എന്ന ആയത്ത് ഇദ്ദേഹത്തെ പോലുള്ള ആളുകളുടെയും വിഷയത്തിലാണ് ഇറങ്ങിയത് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അല്ലേ, മിനൽ മുഅ്മിനീന റിജാൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, ചില ആൺകുട്ടികളുണ്ട്. സദഖൂ മാ അഹദുല്ലാഹി അലൈഹി, അള്ളാഹുവിനോട് അവർ ചെയ്ത കരാറിനെ അവർ പൂർത്തീകരിച്ചിരിക്കുന്നു, സത്യസന്ധമാക്കിയിരിക്കുന്നു. ഫമിൻഹും മൻ ഖളാ നഹ്ബ, അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഓൾറെഡി മരണത്തെ പുൽകിക്കഴിഞ്ഞു, മരണത്തെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഫമിൻഹും മൻ യൻതളിർ, ചില ആളുകൾ ഇപ്പോഴും ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവരുടെയും അവസരം വന്നെത്തുമെന്ന് അള്ളാഹു പറഞ്ഞ ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളും പെടുന്നുവെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്നെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാം. ഈ സഅദ് മുആദിനോടല്ലേ ടാറ്റാക്കിയിട്ട് പോയത്. സഅദ് റളിയല്ലാഹു അൻഹു പിന്നീട് റസൂലുള്ളാഹിനെ കാണുമ്പോൾ പറയുന്ന ഫമസ്തതഅതു യാ റസൂലല്ലാഹ് അൻ അസ്നഅ മിസ്ല മാ സനഅ, അള്ളാഹുവിൻ്റെ റസൂലേ, ഒരിക്കലും അനസ് ചെയ്തതുപോലെ ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല കേട്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് സഅദ് ബിൻ മുആദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. ഇതിവിടെ അനസ് റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചറിഞ്ഞ സഹോദരിയില്ലേ, റുബൈഅ ബിൻത് നദർ, അവരുടെ പിന്നാലെ ഒന്ന് അന്വേഷിച്ചു പോയി ആരാ ഈ സ്ത്രീ എന്ന് അറിയാൻ വേണ്ടി. സഹാബകളാണല്ലോ. സഹാബാക്കളാണെങ്കിൽ അവരുടെ ചരിത്രം പഠിച്ചു നോക്കിയാൽ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് പാഠം തരുന്ന, അല്ലെങ്കിൽ നമുക്ക് രസം തോന്നിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം പിന്നിലുണ്ടാവും. വെറുതെ ഒന്നൊരു കൗതുകത്തിന് അവരെക്കുറിച്ച് അന്വേഷിച്ചു പോയി. അപ്പോൾ കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാണ്. അല്ലേ, നമുക്ക് പെട്ടെന്ന് തീർത്തിട്ട് എവിടെയും പോകാനില്ലല്ലോ. ഇപ്പോൾ റുബൈഅ ബിൻത് നദർ എന്ന് പറഞ്ഞ ഈ സ്ത്രീ, നിമിതങ്ങളുടെ ആ കാലഘട്ടത്തെ മനോഹാരിത, ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയാത്തതിൽ നമ്മുടെ വിഷമം കൂട്ടുന്ന, അതിൻ്റെ ഒരു സൗന്ദര്യം മനസ്സിലാക്കി തരുന്ന ഒരു സംഭവം കൂടിയാണ്. ഈ സ്ത്രീ ഒരിക്കൽ ഒരു സ്ത്രീയെ അടിച്ചു, മുഖത്തടിച്ചു. ആ സ്ത്രീയുടെ മുഖത്തെ മുൻപല്ല് 2-3 താഴെ വീണു, പറഞ്ഞു വീണു, ഭയങ്കരമായിട്ട് അടിച്ച്. അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിക രാജ്യത്ത് ഇങ്ങനെ സംഭവിച്ചാൽ, ഒരാൾ മറ്റൊരാളുടെ പല്ലടിച്ചിട്ടു, അല്ലെങ്കിൽ കൈവെട്ടി, അല്ലെങ്കിൽ ചെവി വെട്ടി, കാത് വെട്ടി, ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ നിയമം? ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ചോദിക്കും, നിങ്ങൾ നമുക്ക് പൊരുത്തപ്പെട്ടു വരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ആ പല്ല് പൊട്ടിയ ആൾ പൊരുത്തപ്പെട്ട് തന്നാൽ ഓക്കെ, പിന്നെ യാതൊരു നടപടിയില്ല. അതല്ലെങ്കിൽ ഇതിന് പകരം നമ്മൾ പൊരുത്തപ്പെടൂല എന്ന് അവർ പറയുകയാണെങ്കിൽ ഈ പോയ പല്ലിന് പകരം നമ്മൾ നഷ്ടപരിഹാരം തന്നാൽ മതിയോ എന്ന് ചോദിക്കും. അത് അവർ സമ്മതിക്കണേ, പല്ല് പോയ ആൾ സമ്മതിക്കണം. അവർ സമ്മതിച്ചാൽ ഓക്കെ, നഷ്ടപരിഹാരം കൊടുത്താൽ മതി. ഇനി അതിനും അവർ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെയോ അൽ ഖിസാസ്, പകരത്തിന് പകരം തിരിച്ചിങ്ങോട്ട് പല്ല് പൊട്ടിക്കണം. റുബൈഅ ബിൻത് നദർ അടിച്ചുപോയി, പല്ല് പൊട്ടിപ്പോയി. ഇവർ മാപ്പാക്കുമോ എന്ന് പോയി ചോദിച്ചു, മാപ്പാക്കൂല എന്ന് പറഞ്ഞു. നഷ്ടപരിഹാരം തന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, നഷ്ടപരിഹാരം തന്നാൽ ഞങ്ങൾക്ക് വേണ്ട, അത് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വിഷയമെത്തി, കേസ് കോടതിയിലെത്തി. നബി തങ്ങൾ പറഞ്ഞു, കിതാബുല്ലാഹി അൽ ഖിസാസ്, അള്ളാഹുവിൻ്റെ നിയമം ഇവിടെ ഖിസാസാണ്, പകരത്തിന് പകരം ചെയ്യണം. റുബൈഅയുടെ പല്ല് പൊട്ടിക്കണം. ഈ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു വന്ന് ജീവിച്ചിരിപ്പുണ്ട്. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അതുക്സറു സനിയത്തു റുബൈഇന്റെ മുൻപല്ല് പൊട്ടിക്കപ്പെടുകയോ? ലാ വല്ലദീ ബഅസക ബിൽ ഹഖ്, അങ്ങേ സത്യവും കൊണ്ട് ഇങ്ങോട്ട് അയച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലാ തുക്സറു സനിയത്തുഹ, അവളുടെ പല്ല് ഇൻഷാ അല്ലാഹ് പൊട്ടിക്കപ്പെടേണ്ടി വരൂല എന്ന് അള്ളാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞു. അവർ ഇത്രയും നേരമായിട്ട് മാപ്പാക്കുന്നേ ഇല്ലായിരുന്നു, നിർബന്ധം പിടിച്ചിട്ടല്ല ഖിസാസ് വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു, ഇൻഷാ അള്ളാഹുവിൽ സത്യം, റുബൈഇന്റെ പല്ല് പൊട്ടിക്കപ്പെടേണ്ടി വരികയില്ല എന്ന് പറഞ്ഞു. അത്ഭുതകരം എന്ന് പറയട്ടെ, റസൂലുള്ളാഹിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ ആ പൊട്ടിയ പല്ലിൻ്റെ ഉടമയും ആ കുടുംബം ഓടി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറയാം, റസൂലേ, ഞങ്ങൾ തൃപ്തിപ്പെട്ടു, ഞങ്ങൾക്ക് ഖിസാസ് വേണ്ട, പകരം ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നാൽ മതി, അതുകൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടുന്നു. റസൂലുള്ളാഹിക്ക് ഭയങ്കര സന്തോഷം. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ, അള്ളാഹുവിൻ്റെ കൂട്ടത്തിൽ ചിലരുണ്ട്, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അള്ളാഹുവിൻ്റെ മേൽ അവരെന്തെങ്കിലും ഒരു കാര്യം സത്യമിട്ട് പറഞ്ഞാൽ അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കുമെന്ന്. വഫീഹിം അനസ് ബിൻ നദർ അങ്ങനെയുള്ള ആളുകളിൽ പെട്ട ആളാണ്. ഇൻഷാ അള്ളാഹു അത് നടത്തി തരുമെന്ന് അവർ പറഞ്ഞാൽ പിന്നെ ആരത് നടത്തി കൊടുക്കും? അള്ളാഹു അത് നടത്തി കൊടുക്കുമെന്ന്. അൽഹംദുലില്ലാ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കുറേ അനുഭവമുണ്ട്. എനിക്കല്ല, എൻ്റെ ഉസ്താദന്മാർക്ക്. ചില ഉസ്താദന്മാരോട് നമ്മളിപ്പോൾ പോയി പറഞ്ഞാൽ നാളെ ഇന്ന ഒരു കാര്യത്തിന് പോവാം, ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉസ്താദ്, ഒന്ന് ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരിങ്ങനെ അങ്ങനെ കുറേ നേരം ഇങ്ങനെ നിന്നിട്ട് ഇൻഷാ അള്ളാഹു അതൊക്കെ എളുപ്പാക്കി തരും കേട്ടോ എന്നങ്ങ് പറയും. പിന്നെ നമ്മൾ പോയി നോക്കിയാൽ അത്ഭുതകരമായിട്ട് അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോഴും അങ്ങനെയുള്ള ആളുകളുണ്ട്, ചിലപ്പോൾ ഈ സദസ്സിലും ഉണ്ടാവും. അള്ളാഹു നമ്മളൊക്കെ അങ്ങനെയുള്ള ആളുകളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹുവിൻ്റെ അടിമകളിൽ ആരോരും അറിയപ്പെടാത്ത ചില പാവങ്ങളായ ചില ആൾക്കാരുണ്ട്. ചില റിവായത്തുകൾ അങ്ങനെയും വരുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രത്യേകത, അള്ളാഹുവിൽ സത്യം ചെയ്തിട്ട് അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആരത് നടത്തി കൊടുക്കും? അള്ളാഹു നടത്തി കൊടുക്കും. അതാണ് റുബയ്യ ബിൻത് നളർ എന്ന വനിതയുടെ അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫളായിലും കൂടിയാണത്. ഈ സ്ത്രീയെക്കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. റുബയ്യ ബിൻത് നളറിനെ കുറിച്ച് റളിയല്ലാഹു അൻഹ നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? ബദറിനെ കുറിച്ച് പറഞ്ഞപ്പം ബദറിലെ ശുഹദാക്കൾ എത്ര പേരാ? ബദറിൽ ഷഹീദായവർ 14 പേരല്ലേ ഷഹീദായല്ലേ? അതിൽ ഒരാൾ ഹാരിസ ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു. ആ ഹാരിസ ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയാണ് ഈ റുബയ്യ ബിൻത് നളർ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്തായിരുന്നു ഹാരിസ റളിയല്ലാഹു അൻഹു ചരിത്രം? അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ പുതുക്കാൻ വേണ്ടി ഒന്നുകൂടി പറയാം. അദ്ദേഹം യുദ്ധത്തിന് വന്നതായിരുന്നില്ല, പ്രായം കുറവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി അദ്ദേഹത്തെ കൂട്ടിയതല്ല, മറിച്ചോ യുദ്ധം കാണാൻ, നസാറ എന്ന് പറയും, അത് യുദ്ധം കാണാൻ വേണ്ടിയും ഉയർന്ന സ്ഥലത്ത് നിന്ന് അതൊക്കെ വീക്ഷിക്കാൻ വേണ്ടിയും മുസ്ലിമീങ്ങൾ എവിടെയെങ്കിലൊക്കെ ഇറങ്ങി തമ്പടിക്കുമ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ കാവലിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ചില ആളുകൾ നബിതങ്ങൾ കൂടെ കൂട്ടുമായിരുന്നു. അങ്ങനെ യുദ്ധം ഉയർന്ന സ്ഥലത്ത് നിന്ന് വീക്ഷിക്കാൻ വേണ്ടി കൂട്ടത്തിൽ വന്ന ആളായിരുന്നു ആര്? ഹാരിസ റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹം ഈ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ബദറിലെ വെള്ളക്കെട്ടാണല്ലോ, കുറേ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ആ വെള്ളക്കെട്ടുകളിൽ ഒന്നിൽ വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പം എവിടുന്നോ വന്ന ഒരമ്പ്, അത് ആരെ എറിഞ്ഞെന്നറിയില്ല, എവിടുന്നോ വന്ന ഒരമ്പ് അദ്ദേഹത്തിൻ്റെ തൊണ്ടക്കുഴിയിൽ തറക്കുകയും അദ്ദേഹം ഷഹീദാകുകയും ചെയ്തു. അപ്പോൾ യുദ്ധത്തിൽ, പോരാട്ടത്തിൽ, രണാങ്കണത്തിൻ്റെ നടുക്ക് പോരാടിയല്ല അദ്ദേഹം മരിച്ചത്, മറിച്ചോ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ അമ്പ് കൊണ്ടിട്ട് അദ്ദേഹം മരിച്ചത്. അപ്പോൾ ഈ റുബയ്യ ബിൻത് നളർ എന്ന സ്ത്രീ, അവരുടെ ഉമ്മ ഓടി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു കരഞ്ഞുകൊണ്ട്. നബിയോട് പറഞ്ഞു, നബിയെ, എനിക്കിപ്പം എൻ്റെ മകൻ ഹാരിസയെക്കുറിച്ച് അങ്ങ് അറിയിച്ചു തരണം. അഥവാ അവൻ സ്വർഗത്തിലാണ്, അവന് ഷഹീദിൻ്റെ കൂലി കിട്ടിയെങ്കിൽ ഞാൻ ക്ഷമിക്കും. ഇനി അഥവാ അവന് ഷഹീദിൻ്റെ കൂലി കിട്ടിയില്ല, അവൻ സ്വർഗത്തിലല്ല എങ്കിൽ ഞാൻ കരച്ച് നിലവിളിച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഇവിടെ ഭയങ്കര പ്രശ്നമാക്കുമെന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, വൈ ഹക്കി അവ ഹബിൽറ്റി, എന്താ പറ്റിയത് നിനക്ക് നാശം, എന്താ പറ്റിയത്? നിന്റെ സമനില തെറ്റിയോ? അജന്നത്തുൻ വാഹിദത്തുൻ ഹിയ, സ്വർഗം എന്ന് പറഞ്ഞാൽ ഒറ്റ സ്വർഗ്ഗമാണെന്നാണ് നീ വിചാരിച്ചത്? ഇന്നഹ ജിനാനുൻ കസീറ, സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വർഗ്ഗമുണ്ട്, ഒരുപാട് തട്ടുകളുണ്ട്. നിന്റെ മകൻ ഹാരിസ ഫിൽ ഫിർദൗസിൽ അലാ, ഉന്നതമായ ഫിർദൗസിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന കാറ്റഗറി ഏതാ? ഏറ്റവും ഉയർന്ന സ്വർഗ്ഗം ഏതാ? ഫിർദൗസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹനിധികളായ അവിടുത്തെ അനുചരന്മാരോട് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്നേഹപൂർവ്വമുള്ള ഒരു ഉപദേശം, നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഫിർദൗസ് തന്നെ ചോദിക്കണേ. കാരണം റസൂൽ ചിലപ്പോൾ എവിടെയായിരിക്കും? ഫിർദൗസിലായിരിക്കും അല്ലേ? അപ്പോൾ റസൂലുള്ളാഹിക്ക് ഒരു പക്ഷേ ആഗ്രഹം ഉണ്ടാവും നമ്മളെയും കാണണമെന്ന്. അപ്പോൾ നമ്മളോട് രഹസ്യമായിട്ട് പറയാം, നിങ്ങൾ സ്വർഗത്തെ ചോദിക്കുമ്പോൾ ഫിർദൗസ് തന്നെ ചോദിക്കണേ. കാരണം എന്താ? അതിൻ്റെ മുകളിൽ, അതിൻ്റെ മച്ചെന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ അർശാണ്. അള്ളാഹുവിൻ്റെ അർശാണ് അതിൻ്റെ മുകളിലുള്ളത്. അള്ളാഹുവിൻ്റെ അർശിൻ്റെ തൊട്ട് താഴെയാണ് ഈ ഫിർദൗസ് ഉള്ളത്. സ്വർഗത്തിലെ നദികളിൽ മുഴുവൻ നദികളും ഈ ഫിർദൗസിൽ നിന്നാണ് പൊട്ടിയൊലിക്കുന്നത്. അങ്ങനെ ഫിർദൗസിൻ്റെ ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നീ എന്താ വിചാരിച്ചത്? സ്വർഗം എന്ന് പറഞ്ഞാൽ ഒറ്റ സ്വർഗ്ഗമാണെന്നാണോ? അല്ല, ഒരുപാട് കാറ്റഗറി ഉണ്ട്. നിൻ്റെ മകൻ അതിലേറ്റവും ഫസ്റ്റ് കാറ്റഗറിയിൽ VIP കളുടെ കൂട്ടത്തിലാന്ന് പറഞ്ഞു. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, യുദ്ധത്തിൻ്റെ നടുക്ക് പോരാടാത്ത, ആ യുദ്ധം സൈഡിലൂടെ വീക്ഷിക്കാൻ വേണ്ടി, എത്തി നോക്കാൻ വേണ്ടി വന്ന ഒരാൾ മരിച്ചപ്പോൾ അയാൾ ഫിർദൗസിലാണെങ്കിൽ, തങ്ങളെക്കാൾ 3 ഇരട്ടി വലിപ്പം വരുന്ന ശത്രുക്കളോട് പോരാടി മരിച്ച അനസ് ബിൻ നളറിനെ പോലെയുള്ള ബാക്കിയുള്ള സഹാബാക്കളെ പോലെ ബാക്കിയുള്ള ശുഹദാക്കളുടെ മഹത്വ കാറ്റഗറി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലാഹു അക്ബർ. അതാ പറഞ്ഞത്, ഷഹീദാകുന്നവർക്ക്, ശുഹദാക്കൾക്ക് വലിയ ശ്രേഷ്ഠതകളെ നമ്മളൊന്നും ഇതുവരെയും അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു മുള്ളു പോലും കൊണ്ടിട്ടില്ല. അള്ളാഹു നമ്മളെയും ആ മഹാന്മാരുടെ ഒക്കെ കൂട്ടത്തിൽ എത്തിക്കുമാറാകട്ടെ. നമുക്ക് ഫിർദൗസുൽ അല തന്നെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇത് മൂന്നാമത്തെ ടീം. ലാസ്റ്റ് കുറച്ച് ആൾക്കാർ പിന്നെ, അപ്പോൾ ഒന്നാമത്തെ കൂട്ടം മദീനയിലേക്ക് ഓടി, അല്ലെങ്കിൽ മലഭാഗത്തേക്ക് ഓടി. രണ്ടാമത്തെ കൂട്ടം വാളുകളൊക്കെ താഴെ ഇട്ട് ഇങ്ങനെ സ്റ്റക്കായിരിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ കൂട്ടം രണ്ടും കൽപ്പിച്ച് പോരാട്ടത്തിന് ഇറങ്ങി. ഒന്നെങ്കിൽ മൂന്നാമത്തെ കൂട്ടത്തിൽ തന്നെ അടുത്ത കൂട്ടത്തെ പെടുത്താം, അല്ലെങ്കിൽ നമുക്ക് വേറെ ടീമാക്കാം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ ഉറച്ചു നിന്നവർ, അതൊന്നെങ്കിൽ 7 പേർ, 9 പേർ, അല്ലെങ്കിൽ 11 പേർ റസൂലുള്ളാഹിൻ്റെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇത്രയും വിഭാഗമായിരുന്നു സഹാബാക്കൾ. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്തായിരുന്നു? നബി തങ്ങൾ ഒട്ടും പതറിയിരുന്നില്ല. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, സഹാബാക്കളുടെ അവസ്ഥ നമ്മൾ പറഞ്ഞല്ലോ, ഇനി റസൂലുള്ളാഹിനെ നമുക്ക് നോക്കാം. ക്യാമറ ഇപ്പോൾ റസൂലുള്ളാഹിലേക്ക് തിരിച്ചു വെക്കുക. റസൂലുള്ളാഹിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നബി തങ്ങളെ കുറിച്ച് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫവല്ലദീ ബഅസഹു ബിൽ ഹഖ്, അല്ലാഹു ആണ് സത്യം, മാ സാലത് ഖദമുഹു ശിബ്റൻ വാഹിദൻ അൻ മൗഖിഫി, നബി തങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് ഭയം കാരണത്താൽ ഒരു ചാണു പോലും അനങ്ങിയിട്ടില്ല, പതറിയിട്ടില്ല. തരിമ്പും പേടിയില്ല എന്ന് പറയില്ല. വഇന്നഹു ലഫി വജ്ഹിൽ അദു, നബി തങ്ങൾ അന്നത്തെ ദിവസം മുഴുവനും ശത്രുക്കളുടെ മുന്നിൽ തന്നെ ആയിരുന്നു. നാം ബദറിൻ്റെ രണാങ്കണത്തിലും നമ്മൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കെടുത്തു പറഞ്ഞിരുന്നു. അദ്ദേഹം പറയുകയാണ്, കുന്ന ഇദ ഹമറൽ ബസ്, യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഞങ്ങൾ
വലഖിയൽ ഖൗമൽ ഖൗമ, രണ്ട് വിഭാഗം പരസ്പരം ഇങ്ങനെ ഏറ്റുമുട്ടുന്ന സമയത്ത് ഞങ്ങൾ ഇത്തഖൈനാ ബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയമാക്കിയിട്ട് നബി തങ്ങളുടെ ബാക്കിൽ ഇങ്ങനെ പോയി നിൽക്കുന്ന പേടി വരുമ്പോൾ. ഫമാ യകൂനു മിന്നാ അഹദുൻ അദ്നാ ഇലൽ ഖൗമി മിൻഹു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ശത്രുക്കളോട് അടുത്ത് നിൽക്കുന്ന വേറൊരാൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഫസ്റ്റ് ആരുണ്ടാവുക? ഇത് അഹ്മദ് റഹിമഹുല്ല തൻ്റെ മുസ്നദിൽ സനദിൻ സഹിഹായ സനദോടുകൂടി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരെ പതറിയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ചെയ്തിരുന്ന റോൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നബി തങ്ങൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നത് മുതൽ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങണം. നമ്മൾ പറഞ്ഞു മുശ്രിക്കുകൾ എവിടെയുള്ളത്, സഹാബാക്കൾ മുശ്രിക്കുകളെ തോൽപ്പിച്ചു, എന്നിട്ട് അവരെ പിന്നാലെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഗനീമത്ത് സ്വത്ത് അവരെടുക്കുന്നുണ്ട്, സഹാബാക്കൾ ഇങ്ങനെ ഓടിക്കുന്നുണ്ട്, അല്ല മുശ്രിക്കുകളെ സഹാബാക്കൾ ഇങ്ങനെ ഓടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഓടിക്കുന്നവരുടെ കൂട്ടത്തിൽ റസൂലുള്ള ഇല്ലായിരുന്നു. റസൂലുള്ള ബാക്കിൽ തന്നെ നിൽക്കുകയായിരുന്നു. ആദ്യം വിജയം ഉണ്ടായപ്പം മുശ്രിക്കുകളെ ഓടിച്ചില്ല സഹാബാക്കൾ. ഈ ഓടിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ റസൂലുള്ള ഇല്ലായിരുന്നു. റസൂൽ എവിടെ ഉണ്ടായിരുന്നത്? ബാക്കിലാണ്. അതിൻ്റെ തെളിവെന്താ? പരിശുദ്ധ ഖുർആൻ വർ-റസൂലു യദ്ഉകും ഫീ ഉഖ്റാകും, ഖുർആൻ പറയുന്നുണ്ട് റസൂൽ പിന്നിൽ നിന്ന് നിങ്ങളെ വിളിച്ച സന്ദർഭം എന്ന് പറയുന്നത്. അപ്പോൾ റസൂൽ എവിടെയുള്ളത്? പിൻഭാഗത്താണ് ഉള്ളത്. അപ്പോൾ ഖാലിദ് വലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വന്ന് അടിച്ചിട്ട് മുസ്ലിമീങ്ങൾ നടുക്കായിപ്പോയി. മുന്നിലും ശത്രുക്കൾ, പിന്നിലും ശത്രുക്കൾ. ഈ നടുക്കായവരുടെ കൂട്ടത്തിൽ ആരില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു 11 സഹാബാക്കൾ അല്ലെങ്കിൽ 9 സഹാബാക്കൾ ഇല്ല. റസൂലുള്ളാഹിയും 11 സഹാബാക്കൾ അല്ലെങ്കിൽ 9 സഹാബാക്കളും ഇതിൻ്റെ ബാക്കിലാണ് ഉള്ളത്. അപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ രംഗങ്ങൾ കാണുന്നുണ്ട്. മുസ്ലിമീങ്ങൾക്ക് ചെറിയ പരാജയം സംഭവിക്കും, അല്ലെങ്കിൽ പരീക്ഷണം വരുന്നു. സഹാബാക്കളെ രണ്ട് ഭാഗത്തും ശത്രുക്കൾ വീർപ്പ് മുട്ടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ നമ്പർ എ, ഓപ്ഷൻ നമ്പർ ബി. 2 സാധ്യതകളുണ്ട്, 2 ഓപ്ഷൻ, 2 ചാൻസുകളുണ്ട്. ഒന്നെങ്കിൽ നബി തങ്ങൾക്ക് അവിടുന്ന് നേരെ ഉഹദിലേക്ക് ഓടിക്കയറാം, ഈ 11 പേരെയും കൂട്ടിയിട്ട് സ്കൂട്ടാവാം. അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സേഫായി. ഒന്നും പറ്റൂല നബി തങ്ങൾക്ക്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പ്രയാസങ്ങളൊന്നുമില്ല. നബി തങ്ങളും ആ സഹാബാക്കളും സേഫോ. പിന്നീട് ഇവിടെ നടക്കുന്നത് എന്തും നടന്നോട്ടെ, ആ വലയം ചെയ്യപ്പെട്ട സഹാബാക്കൾക്ക് എന്തും സംഭവിച്ചോട്ടെ, അവരിൽ ആരെങ്കിലും രക്ഷപ്പെട്ടു വന്നാൽ അല്ലെങ്കിൽ മദീനത്ത് പോയിട്ട് ബാക്കിയുള്ള സഹാബാക്കളെ കൂട്ടിയിട്ട് വീണ്ടും പിന്നെ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം എന്ന് വിചാരിച്ച് നബി തങ്ങളുടെ ഷഖ്സിയത്തിന്, നബി തങ്ങളുടെ നഫ്സിന് എന്താക്കാം, നബി തങ്ങൾക്ക് ഒന്നെങ്കിൽ സേഫ് ആക്കാം. ഓപ്ഷൻ നമ്പർ 1 അല്ലെങ്കിൽ ഓപ്ഷൻ നമ്പർ എ. ഓപ്ഷൻ നമ്പർ ബി എന്താണെന്നറിയോ? നബി തങ്ങൾ ഹൈ റിസ്ക് എടുത്തിട്ട് സ്വന്തം ജീവിതത്തെ അപകടത്തിലാക്കിയിട്ട് ഈ നടുക്കിരിക്കുന്ന സഹാബാക്കളെ മുഴുവൻ വിളിച്ചുകൂട്ടി ആ യുദ്ധത്തിൻ്റെ നടുക്കിൽ നിന്ന് രണ്ടാമതൊരു ടീം റീക്രിയേറ്റ് ചെയ്തിട്ട് ഈ സഹാബാക്കളെയും കൊണ്ട് മലയുടെ മുകളിലേക്ക് പോവുക. അത് ഭയങ്കര റിസ്ക്കാണ്. കാരണം എന്താ, ഇപ്പം റസൂലുള്ളാഹിക്ക് അവിടെ സമാധാനത്തോടെ നിൽക്കാൻ പറ്റുന്നത് ഇവിടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത പരന്നിട്ടുണ്ട്. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാം, ഫലം യുശക്ക, ആരും അതിൽ സംശയിച്ചിരുന്നില്ല എന്നാ. മുസ്ലിമീങ്ങളും ഉറപ്പിച്ചിരുന്നു, മുശ്രിക്കീങ്ങളും ഉറപ്പിച്ചിരുന്നു. പക്ഷേ റസൂലുള്ളാഹി രണ്ടാമത് സഹാബാക്കളെ മുഴുവൻ ഒരുപ്പിച്ച് കൂട്ടണമെങ്കിൽ ഒച്ച വെച്ചിട്ട് ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ നബി തങ്ങളുടെ തൊട്ട് മുമ്പിൽ ആരാളുള്ളത്? ഖാലിദുൽ വലീദും സൈന്യമാണ്, മുശ്രിക്കീങ്ങളാണ്. പിന്നെയാണ് മുസ്ലിമീങ്ങളുള്ളത്. നബി തങ്ങൾ സഹാബാക്കളെ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചാൽ ആരാ ആദ്യം കേൾക്കുക? മുശ്രിക്കീങ്ങളാ കേൾക്കുക. ഖാലിദുൽ വലീദും വലിയ സൈന്യവും ഇക്രിമാറുള്ള എല്ലാവരും ഉണ്ട്, ഇവരെ ആദ്യം കേൾക്കുക, എന്നിട്ടേ മുസ്ലിമീങ്ങൾ കേൾക്കൂ. അപ്പം ഭയങ്കര റിസ്ക്കാണ്. റസൂലുള്ള സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. പിന്നെ ഈ സഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂട്ടണ്ടേ? അത്രയും നേരം യുദ്ധം പോസാക്കിയിട്ട് മുശ്രിക്കീങ്ങൾ കാത്തുക്കോ? ഇല്ലല്ലോ. അവരെങ്ങനെ റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ 2 ഓപ്ഷനാണ് റസൂലുള്ളാഹിന്റെ മുമ്പിലുണ്ടായിരുന്നു. ഒന്നെങ്കിൽ പിന്തിരിഞ്ഞ് മലയുടെ മുകളിൽ ഓടാം, അതല്ലെങ്കിൽ ഈ സഹാബാക്കളെ രണ്ടാമത് ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്ത് സ്വന്തം നഫ്സിന് അപകടത്തിൽ ഇട്ടുകൊടുത്തുകൊണ്ട് റിസ്ക് എടുത്തുകൊണ്ട് റസൂലുള്ളാഹിക്ക് സഹാബാക്കളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്താം. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബ്കരിയത്ത്, ശുജാഅത്ത്, നബി തങ്ങളുടെ ധീരത, യുദ്ധമുഖത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന പോരാട്ട വീര്യം അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ വ്യക്തമാകുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഉഹദ് എന്ന് പറഞ്ഞാൽ വെറും പരാജയത്തിൻ്റെ കഥയല്ല. എനിക്ക് തോന്നുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധൈര്യം, ധീരത, പോരാട്ട വീര്യം, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ലത് ഉഹദാണ്. ഇനി അതിന് തെളിവ് ഞാൻ ഇൻഷാ അല്ലാഹ് പറയും. ഇനി നമ്മൾ ചരിത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് അത്ഭുതപ്പെട്ടു. നബിതങ്ങൾ എന്ന ഒരു പോരാളിയെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഉഹദിനെക്കാട്ടി വേറൊരു സംഭവം ഈ നബിതങ്ങളുടെ ചരിത്രത്തിലില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്ത ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ നമ്പർ ബി ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത്. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 90% കൊല ചെയ്യപ്പെടാൻ സാധ്യതയുള്ള, നബി തങ്ങൾ വഫാത്താകാൻ സാധ്യതയുള്ള 10% മാത്രം വിജയിക്കാൻ സാധ്യതയുള്ള ആ ഓപ്ഷൻ ഒരു ചലഞ്ചായി എടുത്തിട്ട് നബി തങ്ങൾ ആദ്യം സഹാബിയുടെ വായി പൊത്തിയിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതൊക്കെ മാറ്റിയിട്ട് റസൂൽ എഴുന്നേറ്റ് ഇലയ്യ ഇബാദല്ലാഹ്, ഇലയ്യ ഇബാദല്ലാഹ് അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിച്ചു പറഞ്ഞു. ഓടി രക്ഷപ്പെട്ടില്ല.
അള്ളാഹുവിൻ്റെ അടിമകളെ എന്നിലേക്ക് വാ, ഇതാ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ നിൽക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അതോടുകൂടി ആദ്യം കേട്ടതാരാ? മുശ്രിക്കീങ്ങൾ. അവർക്ക് മുഴുവനും മനസ്സിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല. നബി തങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ഒന്നെങ്കിൽ 9 പേര്, അതല്ലെങ്കിൽ 11 പേര്, അത്ര പേരെ ബാക്കിയുള്ളൂ. ഈ ശത്രുക്കൾ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് തിരിഞ്ഞു. നമ്മൾ പേടിച്ചത് തന്നെ സംഭവിച്ചു. ഇനി അങ്ങോട്ട് പറയാം, ഇതൊക്കെ മിനിറ്റുകൾ കൊണ്ട് നടക്കുന്ന. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ഒരു പക്ഷേ നമ്മുടെ ഈ നബിചരിത്രത്തിൻ്റെ ക്ലാസ്സിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം, ഏറ്റവും ഗൗരവമായ, ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. മുഴുവൻ ശത്രുക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ തിരിഞ്ഞു. ഈ സമയത്ത് ശക്തമായ പോരാട്ട വീര്യം കാഴ്ചവെച്ച ഒരാളുണ്ട്. നമ്മൾ അബൂ ദുജാനയെ കുറിച്ച് കേട്ടു, റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തെക്കുറിച്ച് കേട്ടു. സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ടു. ഇങ്ങനെയുള്ള പല പല സഹാബാക്കളെ കുറിച്ചും കേട്ടു. ഈ കൂട്ടത്തിൽ സഅദ് നബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് ഹാക്കിം റഹിമുള്ള റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. നിങ്ങൾക്ക് ഞാൻ അവസാനം ഒരു ട്വിസ്റ്റൊക്കെ പറയുമ്പോൾ ഇത് ഞാൻ എന്തോ ഉണ്ടാക്കിയ കഥയാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇമാം ബസ്സാർ റഹിമഹുല്ലയും ഹാക്കിം റഹിമഹുല്ലയും അവരുടെ കിതാബിൽ ഉദ്ധരിക്കുന്ന റിവായത്താണ്. സഅദ് റളിയല്ലാഹു അൻഹു പറയാ, ഇങ്ങനെ പ്രശ്നങ്ങൾ, യുദ്ധത്തിൻ്റെ നടുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത്, പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ എന്ത് ചെയ്യണമെന്നൊരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു. അവസാനം ഞാൻ തീരുമാനിച്ചു, ഒന്നെങ്കിൽ ഞാൻ മരിക്കാം, അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ നെഫ്സിനെ രക്ഷിച്ചിട്ട് റസൂലുള്ള എവിടെയാണെന്ന് കണ്ടുപിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിക്കാൻ പോവാം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനിങ്ങനെ ശക്തമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇദാ ബിറജുലിൻ മുഹ്മറിൻ വജ്ഹഹു, മുഖമൊക്കെ പൂർണ്ണമായും മറച്ച, ആരാണെന്ന് തിരിച്ചറിയാത്ത ഒരാൾ, അയാൾക്ക് നേരെ ശത്രുക്കൾ ഇങ്ങനെ ഇരിമ്പി അടുക്കുന്നുണ്ട്. എല്ലാവർക്കും നേരെയാണ് ശത്രുക്കൾ ഇങ്ങനെ ഇരിമ്പി അടുക്കുന്നുണ്ട്. ഇയാൾക്ക് നേരെയും ശത്രുക്കൾ ഇരിമ്പി അടുക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഖദ് റകിബൂ, അയാളുടെ മേലെ ശത്രുക്കൾ കയറി മേഞ്ഞു എന്ന് ഞാൻ ഉറപ്പിച്ചു. കാരണം എല്ലാവരും ഇങ്ങനെ ഇരിമ്പി അടുത്ത് വരിക അയാൾക്ക് നേരെ. പെട്ടെന്ന് നോക്കുമ്പോൾ അയാളുടെ പ്രത്യേകത, അയാളുടെ കയ്യിൽ വാള് പോലും ഇല്ല. അയാൾ വാളില്ലാത്തതിൻ്റെ പേരിൽ താഴെ നിന്ന് കുറച്ച് കല്ലുകൾ ഇങ്ങനെ പറക്കിയെടുത്തു എന്നാണ്. അങ്ങനെയാണ് ഭയങ്കര വലിയ വലിയ പോരാളികൾ ആദ്യം വാള് കൊണ്ട് പോരാടും, വാള് പൊട്ടും. ചില യുദ്ധങ്ങളിൽ ഖാലിദ് റളിയല്ലാഹുവിൻ്റെ 2-3 വാള് പൊട്ടി, അല്ലെങ്കിൽ ചില സഹാബാക്കളുടെ 2-3 വാള് പൊട്ടി എന്നൊക്കെ നമ്മൾ കേൾക്കും. വാള് പൊട്ടും ഒന്നിങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് അപ്പുറത്തുണ്ടായിരുന്ന കുന്തെടുത്തിട്ട് എറിയും, അതിനെ കൊണ്ട് യുദ്ധം ചെയ്യും. അത് പോയാൽ പിന്നെ മറിഞ്ഞ് അടുത്ത അമ്പും വില്ലും എടുത്ത് യുദ്ധം ചെയ്യും. എല്ലാം നഷ്ടപ്പെട്ടാലോ വലിയ വലിയ പാറക്കല്ല് ആയുധമാക്കിയിട്ട് അതുകൊണ്ട് ശത്രുക്കൾ എറിഞ്ഞ് തോൽപ്പിക്കുന്ന ധീരന്മാരായ പോരാളികളുടെ കഥ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. സഅദ് റളിയല്ലാഹു അൻഹു പറയാ, മലഅ യദഹു ബിൽ ഹസ, താഴെ ഉണ്ടായിരുന്ന കുറച്ച് കല്ലുകൾ ഇയാൾ ഇങ്ങനെ വാരിയെടുത്തിട്ട് ഈ ശത്രുക്കളെ കല്ലുകൊണ്ട് എറിയാൻ തുടങ്ങി. ആ ഏറിൻ്റെ കാഠിന്യത്താൽ ശത്രുക്കൾ മുഴുവൻ പേടിച്ച് ബാക്കിലേക്ക് പോകാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഏതാ പോരാട്ട വീര്യല്ലേ! വെറും കല്ലുകൾ കൊണ്ട് തനിക്കെതിരെ ഇരുമ്പി ആർക്കുന്ന വലിയൊരു സൈന്യത്തെ ആൾ നേരിടാൻ ബാക്കിലേക്ക് പോയി അവസാനം മല വരെ അവരെ ചെന്നെത്തിച്ചു. വീണ്ടും അയാൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ സംഘം തിരിച്ചു വരും. ആ സംഘത്തെ വീണ്ടും കല്ലുകൊണ്ട് എറിഞ്ഞ് അയാൾ വീണ്ടും അങ്ങോട്ടേക്ക് എത്തിക്കാൻ തുടങ്ങി. ഫഅല ദാലിക മിറാറ, ഇങ്ങനെ പല പ്രാവശ്യം നടന്നു. വല അദ്രി മൻ ഹുവ, ഇത് ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. പെട്ടെന്ന് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു എൻ്റെ മുന്നിൽ വന്നു. അദ്ദേഹം ഭയങ്കര പോരാളിയാണ്. മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു എൻ്റെ മുന്നിൽ വന്നു. അപ്പോൾ മിഖ്ദാദിനോട് ഞാൻ വിചാരിച്ചു അയാൾ ആരാന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് മിഖ്ദാദേ എന്ന് ഞാൻ വിളിച്ചു. പക്ഷേ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുന്നില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. പെട്ടെന്നുണ്ട് മിഖ്ദാദ് എന്നിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, യാ സഅദേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഊക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ വിളിക്കുന്നുണ്ട്, നീ എന്താ കേൾക്കാത്തേ എന്നോട് പറഞ്ഞു. റസൂലുള്ളാഹി ആ സമയത്ത് ആരെ വിളിക്കുന്നു? സഅദ് റളിയല്ലാഹു അൻഹു വിളിക്കും. ഞാൻ എന്താ ചെയ്യുന്നത്? ഈ മുഖം മൂടിയിട്ട ആൾ ആരാന്നറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി നടക്കുക. അപ്പോൾ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അയ്ന ഹുവ, നബിതങ്ങൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് ഇങ്ങനെ ആംഗ്യം കാണിച്ചു തന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വിരലിൻ്റെ നേരെ നോക്കിയപ്പോൾ ഇത്രയും നേരം എനിക്ക് പരിചയമില്ലാതിരുന്ന മുഖം മൂടി ധരിച്ച് ആരാണെന്ന് അറിയാൻ ഞാൻ മെനക്കെട്ട ആ മനുഷ്യനിലേക്കാണ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു വിരൽ ചൂണ്ടുന്നത്. ഇത്രയും നേരം വെറും കല്ലുകൾ കൊണ്ട് മുശ്രിക്കീങ്ങളുടെ വലിയൊരു സൈന്യത്തെ ഒറ്റക്ക് നേരിട്ട ആള് ആരായിരുന്നു? മുഖം മൂടി മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അടുത്ത സഹാബിയെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇത് ഹാക്കിം റഹിമുള്ള റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഇങ്ങനെയുള്ള റസൂലിനെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലിനെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, നമ്മുടെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെർഫെക്റ്റ് ആണ്. ശരിയാണ്, റഹ്മത്തുല്ലിൽ ആലമീനാണ് നബി, കാരുണ്യത്തിൻ്റെ തിരുദൂതരാണ്. പക്ഷേ യുദ്ധത്തിൽ അവിടെ 1-ാം നമ്പർ പോരാളിയായിരുന്നു. ധൈര്യത്തിൻ്റെ വിഷയത്തിൽ 1-ാം നമ്പർ ധൈര്യമായിരുന്നു. ഒന്ന് ആലോചിച്ചേക്ക്, കല്ലെറിഞ്ഞിട്ട് ഇവരെ തോൽപ്പിക്കണമെങ്കിലോ. അപ്പോൾ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ നോക്കിയപ്പം
അതാരും ആ സമയത്ത് ഫക്കും എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നബി തങ്ങൾ കൊല ചെയ്യപ്പെട്ടോ എന്നുള്ള പേടിയുണ്ട്. വലക അന്നഹു ലം യുസിബ്നി ശൈഉൻ മിനല്ലദ, എനിക്കൊരു പരിക്കും ഏൽക്കാത്തതുപോലെ ഞാൻ ഭയങ്കര ആവേശത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടിപ്പോയി. അവിടെ എന്നോട് ചോദിച്ചു, അയിന കുന്തൽ യൗമ യാ സഅദ്, സഅദ് ഇന്നത്തെ ദിവസം എന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ, എവിടെയായിരുന്നു നീ എന്ന് പറയുകയും എന്നെ മുമ്പിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് എനിക്കിങ്ങനെ അമ്പും വില്ലും ഒക്കെ തന്നത്. സഅദ് റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് എന്താ? ബെസ്റ്റ് ആർച്ചർ ആയിരുന്നു എന്നല്ലേ, ഏറ്റവും നല്ല അമ്പെയ്ത്തുകാരനായിരുന്നു. അമ്പും വില്ലും തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇർമി യാ സഅദ്, സഅദേ ഫിദാക അബി വ ഉമ്മി. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് മാത്രമാണ്, ചില ആയത്തുകളിൽ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മയും ഉപ്പയും നിനക്ക് അർപ്പണം, ഉമ്മയും ഉപ്പയും അർപ്പണമെന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിനോടും സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് മാത്രമേ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളൂ. സഅദേ എറിയടാ എന്ന് പറഞ്ഞു. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു അമ്പും വില്ലും ഒക്കെ എടുത്ത് എറിയാൻ തുടങ്ങി. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു, പിന്നെ അല്ലാഹുമ്മ സഹ്മക് ഫർമി ബിഹി അദുവക് വറസൂലിക സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഇങ്ങനെ അമ്പെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു പറച്ചിൽ, അല്ലാഹുവേ ഇത് നിന്റെ അമ്പാണ്, ഇതുകൊണ്ട് നീ നിന്റെ ശത്രുവിനെയും നിന്റെ റസൂലിൻ്റെ ശത്രുവിനെയും എറിയണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞത്. അതും വലിയൊരു പാടാണ്. അതായത് ഞാൻ വലിയ അമ്പെയ്ത്തുകാരനാണ്, ഞാൻ എറിഞ്ഞതൊക്കെ കറക്റ്റ് കൊള്ളും എന്നൊന്നുമല്ല. അപ്പോഴും അദ്ദേഹം ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ ഇത് കൊള്ളിക്കേണ്ടവൻ ആരാ? നീയാണ്, അതുകൊണ്ട് നീ എന്നെ കൊള്ളിക്കണേ എന്ന് അദ്ദേഹം ദുആ ചെയ്തുകൊണ്ടാണ് എറിഞ്ഞത്. ഇത് കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ തുടങ്ങി, അല്ലാഹുമ്മ സദ്ദിദ് റംയതഹു വഅജിബ് ദഅവതഹു ഈഹൻ യാ സഅദ്. അല്ലാഹുവേ ഇവൻ്റെ ദുആക്ക് നീ ഉത്തരം നൽകണേ, കൊള്ളിക്കണേ എന്ന് പറഞ്ഞല്ലോ, ഇവൻ്റെ ദുആക്ക് നീ ഉത്തരം നൽകണേ, ഇവൻ്റെ ഏറിനെ നീ ചൊവ്വാക്കണേ. എന്നിട്ട് റസൂലുള്ള ഈഹൻ യാ സഅദ്, നമ്മുടെ പച്ച മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പച്ച നാടൻ ഭാഷയിൽ തർജ്ജമ ചെയ്താൽ കമോൺ യാ സഅദ് എന്ന് പറയുന്നില്ല, നമ്മൾ ആവേശം കൊള്ളിക്കാൻ, ഒരു തൃപ്തിയെ അറിയിക്കുന്ന, ഞാൻ നിന്നിൽ തൃപ്തനാണ് വാ എന്ന് ആവേശം കൊള്ളിക്കുന്ന ഒരു വാക്ക് ഈഹൻ യാ സഅദ്, കമോൺ യാ സഅദ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള ആവേശമാക്കാൻ തുടങ്ങുന്നു. അദ്ദേഹം ഇങ്ങനെ ചടപടേന്ന് അമ്പരിയ നോക്കണേ, 10-200 പേര് ഒന്നിച്ച് വരുന്നുണ്ട്. എറിഞ്ഞെറിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ആവനാഴിയിലുള്ള മുഴുവൻ അമ്പുകളും തീർന്നു. റസൂലുള്ള പെട്ടെന്ന് തങ്ങളുടെ ആവനാഴി എന്നല്ല പറയാല്ലേ, തങ്ങളുടെ ആവനാഴിയിലുള്ള അമ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുമ്പിൽ ഇട്ട് കൊടുത്ത് എറി എന്ന് പറഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ ഇങ്ങനെ എറിയാൻ തുടങ്ങി. അവസാനമുണ്ട് മുസ്ലിമീങ്ങളെയൊക്കെ ശക്തമായ നാശം സംഭവിപ്പിച്ചുകൊണ്ട് ഒരുപാട് പേരെ കൊന്നിട്ട് മുന്നോട്ടേക്ക് വരുന്ന ഒരാളുണ്ടായിരുന്നു മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ. നബി തങ്ങൾ പറഞ്ഞു, സഅദേ ഇർമി യാ സഅദ് ഫിദാക അബി വ ഉമ്മി, എൻ്റെ ഉപ്പയും ഉമ്മയും നിനക്ക് സമർപ്പണം, അയാൾ എറിയടാന്ന് പറഞ്ഞു സഅദ് റളിയല്ലാഹുവിനോട്. സഅദ് റളിയല്ലാഹു പെട്ടെന്ന് ഒരമ്പെടുത്ത് അയാൾ അറിയാൻ വേണ്ടി ഇങ്ങനെ വെച്ചിങ്ങനെ നോക്കുമ്പോണ്ട് ആ അമ്പിന് മുനയില്ല, ഒരു വടിക്കഷ്ണം മാത്രമേ ഉള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഇട്ടിട്ട് അടുത്തെടുക്കാനൊന്നും സമയമില്ല, കാരണം ഇത്രയും പേര് ഇരിച്ചു വരെയല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ട്. അള്ളാഹുൽ തവക്കൽ ചെയ്തിട്ടാണ് ഞാൻ അമ്പ് ചെയ്യുന്നത്, എൻ്റെ കഴിവ് കൊണ്ടോ ഈ അമ്പിൻ്റെ മൂർച്ച കൊണ്ടോ ഒന്നുമല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിപ്പിക്കപ്പെടുന്നത്, മറിച്ചോ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ള ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ അമ്പ് ചെയ്തു. ഈ അമ്പ് നേരെ അയാളുടെ മേത്ത് പോയി തറച്ചു. അയാൾ മറിഞ്ഞടിച്ച് താഴെ വീണു. അയാളുടെ ഔറത്തൊക്കെ വെളിവായി. അയാൾ മറിഞ്ഞടിച്ച് താഴെ വീഴുന്നത് കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയും നബി തങ്ങളുടെ അണപ്പല്ല് വെളിവാകുന്ന തരത്തിൽ നബി തങ്ങൾ ചിരിച്ചു എന്നാണ്. അത് ഞാൻ എൻ്റെ മനസ്സിൽ കേട്ട വാഹ് എന്ന് പറയുന്നില്ലേ, ആ രീതിയിൽ കാരണം മൂനയില്ലാത്ത അമ്പ് കൊണ്ട് എറിഞ്ഞിട്ട് ഒരു ശത്രുവിന്, അത് ചില്ലറക്കാരനല്ല, പടച്ചട്ടൊക്കെ അണിഞ്ഞിട്ടുള്ള ഒരാളെ വീഴ്ത്തുന്നത് അത് അള്ളാഹു സഹായിച്ചാണ്, അള്ളാഹു ശക്തി കൊടുത്താണ്. അങ്ങനെ വീഴ്ത്തുന്ന ആ രംഗം കണ്ടിട്ട് റസൂലുള്ളാഹി ചിരിച്ചു എന്ന്, അതായത് ഒരു എന്നാക്കുന്ന പോലെ നബി തങ്ങളുടെ പല്ല് കാണുന്ന തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം പ്രകടിപ്പിച്ചു. അന്നത്തെ ദിവസം മാത്രം ഇമാം സുഹരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, സഅദ് റളിയല്ലാഹു അൻഹു തൊടുത്ത് വിട്ട അമ്പുകളുടെ എണ്ണം ഏകദേശം 1000 എണ്ണമായിരുന്നു എന്ന്. അത്രയും അമ്പുകൾ ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി എടുത്ത് അദ്ദേഹം തൊടുത്തു വിട്ടു എന്നാണ്. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹുവിനെ. നബി തങ്ങളുടെ ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് സഅദ് റളിയല്ലാഹു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറയാണ്, ഒരിക്കൽ സഅദ് റളിയല്ലാഹുവിനെ കടന്നു വന്നപ്പോൾ റസൂലുള്ളാഹി ആവേശത്തിൽ ഹാദാ ഖാലി, ഇതാണ് എൻ്റെ കാർണോർ, ഫല്യൂരിൻ ഇമ്റുൻ ഖാലഹു, നിങ്ങളുടെ കാരണവന്മാരൊക്കെ ഒന്ന് കാണിച്ചാടാ, ഇതാ എൻ്റെ കാർണോർ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സഅദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഫഖർ നടിക്കുമായിരുന്നു എന്നാണ്. കാരണം സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ മാലിക് ബിൻ ഉഹൈബ് ബിൻ അബ്ദു മനാഫ് ബിൻ സഹറത്ത് ബിൻ കിലാബ. റസൂലുള്ളാഹിൻ്റെ ഉമ്മ ആമിന ബിൻത്ത് വഹബ് ബിൻ അബ്ദു മനാഫ്. അബ്ദു മനാഫിൻ്റെ മകൻ വഹബിൻ്റെ മകളാണ് ആമിന. അബ്ദു മനാഫിൻ്റെ മകൻ ഉഹൈബിൻ്റെ മകനാണ് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ. അപ്പോൾ ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ സാധാരണ എൻ്റെ കാർണോറെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിക്കുന്നു. എത്ര മണിക്കാണ് മാങ്ങ്? 41 ഇപ്പോൾ റസൂലുള്ളാഹി എന്താ സഅദ് റളിയല്ലാഹു അമ്പ് എറിഞ്ഞപ്പം ഒരു ദുആ പറഞ്ഞിട്ട് അമ്പ് എറിഞ്ഞ് ഓരോ അമ്പെറിയുമ്പോഴും റസൂലുള്ളാഹി തിരിച്ചെന്ത് പറയുന്നുണ്ടായിരുന്നു? അല്ലാഹുമ്മ സദ്ദിദ് റംയതഹു, അല്ലാഹുവേ സഅദിൻ്റെ ഏറിനെ നീ ചൊവ്വാക്കണേ, വഅജിബ് ദഅവതഹു, അവൻ്റെ ഈ ദുആയെ അല്ലെങ്കിൽ അവൻ്റെ ദുആക്കളെ നീ
ഉത്തരം നൽകണേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1000 അമ്പ് എറിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഒരു 100 വട്ടത്തിന് കൂടുതൽ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, ആവർത്തിച്ച് റസൂൽ ഇത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നബിതങ്ങൾ എന്താ പറയുന്നത്, സഅദിൻ്റെ ദുആക്ക് നീ ഉത്തരം നൽകണേ. നബിതങ്ങളുടെ ഈ ദുആ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിപ്പിച്ചു. പിന്നീട് സഹാബാക്കളുടെ കൂട്ടത്തിൽ ദുആ സ്വീകരിക്കപ്പെടുന്ന മുസ്തജാബ് ദുആ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട സഹാബിയായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. അതും ഉഹദ് യുദ്ധത്തിൻ്റെ ബാക്കിയുള്ള. ഇപ്പം നടുക്ക് നിൽക്കുക റസൂലുള്ളാഹ്, ശത്രുക്കൾ ഫുൾ ചീറി എടുത്തുകൊണ്ടിരിക്കുക, എന്തും സംഭവിക്കാം. ഒരാൾ മുമ്പിലുണ്ട് സഅദ് റളിയല്ലാഹു അൻഹു, ബാക്കി കൂടെ ഉള്ളത് തൽഹ റളിയല്ലാഹു അൻഹു ഉണ്ട്, ബാക്കി പാവങ്ങളായ ഒരു 7 അൻസാരി സഹാബാക്കളുണ്ട്. ഇവരെ കൊണ്ട് റസൂലുള്ളാഹിക്ക് പിടിച്ചിരിക്കാൻ കഴിയോ ഇല്ലേ, എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ പറയാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തുബു ഇലൈക്.